ആരെങ്കിലും പറയുക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ മുമ്പായി തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ക്ലാസ് തരാൻ കാരണം എന്താണ്? ഒറ്റ ചോദ്യമേ ഉള്ളൂ. എക്സാം നോട്ടിഫിക്കേഷൻ തൊട്ട് മുൻപേ തന്നെ ബാക്ക് ടു ബാക്ക് ഇപ്പോഴത്തെ ക്ലാസ് തരാൻ കാരണം എന്താ? ഒരു ചോദ്യം, ഒരു ഉത്തരം. ആർക്ക് പറയാം? ആർക്ക് പറയാം? ആർക്ക് പറയാതെ? ആരെയും പറഞ്ഞേ. എക്സാം നോട്ടിഫിക്കേഷൻ തൊട്ട് മുമ്പ് ഇത്രയും ക്ലാസ് തരാൻ കാരണം എന്താ? ഈ തരുന്ന ക്ലാസ് എല്ലാം പഠിക്കാൻ സമയം വേണ്ടേ? ആലോചിച്ച് നോക്കി, ഈ പറഞ്ഞ തരുന്ന ക്ലാസ്സുകളെല്ലാം പഠിക്കാനും ആ ക്ലാസ്സുകൾ വീണ്ടും അത് റിവിഷൻ ചെയ്യാനും സമയം വേണ്ടേ? വേണ്ട, നന്നായി പഠിക്കണ്ടേ? അത് നന്നായി പഠിക്കണ്ടേ? ഈ തരുന്ന ക്ലാസ്സുകൾ പിന്നെയും പഠിക്കാനും പിന്നെ അത് റിവിഷൻ ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടി വരും അല്ലെ? കാരണം നിങ്ങൾക്ക് എന്താ ജോലിയുള്ള ആൾക്കാരാണ് കൂടുതലുള്ളത്. ഈ കൂട്ടത്തിനകത്ത് ജോലിയുള്ള ആൾക്കാരിലെ ഏറ്റവും കൂടുതലുള്ളത് അല്ലേ? 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 ആ പറഞ്ഞ ജോലി എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ ജോലി തന്നെ ആവണമെന്നില്ല. അത് ശരിയല്ലേ? ജോലി എന്ന് പറയുമ്പോൾ അത് ഹോസ്പിറ്റൽ ജോലി തന്നെ ആവണമെന്നില്ല. ഈ പറഞ്ഞ സ്വന്തം വീട്ടിൽ ജോലി ആവാം, കുട്ടികളെ നോക്കുന്നതാവാം, ഫാമിലി നോക്കുന്നതാവാം, അതും ജോലി തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ അതിനിടയിൽ വേണം എന്താണ് ഈ സർക്കാർ ജോലി പഠിച്ച് എന്താണ് ഇത് നേടിയെടുക്കേണ്ടത്. അത് വെറുതെ നേടിയെടുത്താൽ പോലെ ഫസ്റ്റ് 100 റാങ്കിനകത്ത് എത്തേണ്ടത്. ശരിയല്ലേ? ഫസ്റ്റ് 100 റാങ്കിനകത്താണ് എത്തേണ്ടത്. അല്ലാതെ വെറുതെ ഒരു സർക്കാർ ജോലി എന്നൊരു പ്രതീക്ഷ വേണ്ട. ആദ്യത്തെ 100 റാങ്കിനകത്ത് നിങ്ങൾ എല്ലാവരും ഉണ്ടാകണം. ഉണ്ടാവൂടെ? ഉണ്ടാവും. ഞാൻ എന്നും പറയുന്ന കാര്യമാണ് ഫസ്റ്റ് 100 റാങ്ക്. എന്റെ അടുത്ത് ആര് ചോദിച്ചാലും ഞാൻ പറയുന്ന കാര്യമാണ് ഫസ്റ്റ് 100 റാങ്കിനകത്ത് വരണം. ഉണ്ടാവൂല്ലോ എല്ലാവരും? ഉണ്ടാവോ? ഉണ്ടാവും. ഒരു വാക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്ലാസ് തരുന്നത്. ഞാൻ ഏറ്റവും മാക്സിമം കൂടുതൽ ക്ലാസ് തരുന്നതാണ്. ഇപ്പോൾ എന്താണ് തിയറിയോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ എന്താണ് ആദ്യം മുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫസ്റ്റ് എക്സാം നോട്ടിഫിക്കേഷൻ തൊട്ട് മുമ്പായി തന്നെ തിയറിയോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നോക്കണം. ഇപ്പൊ ഒരു ക്ലാസ് തിയറി ആണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയി പോരെ? അങ്ങനെ പോരെ? ഇപ്പൊ ഒരു ക്ലാസ് തിയറി ആവണമെങ്കിൽ അതിന്റെ അടുത്ത ക്ലാസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വേണം. അങ്ങനെ വേണം പഠിക്കാൻ. അല്ലാതെ ഒരുപാട് തിയറി മാത്രം പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എക്സാം പാസ്സാവും. എക്സാം പാസ്സാവും. ഒരുപാട് തിയറി മാത്രം തലയിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ എക്സാം പാസ്സാവും? ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞു തരികയാണ്, ഒരിക്കലും അങ്ങനെ പാസ്സാവത്തില്ല. നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് ഏറ്റവും ആദ്യം തൊട്ട് തന്നെ തിയറി 50% ബാക്കി 50% ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൂടെ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ ഇനി വരാൻ പോകുന്ന എക്സാം നിങ്ങൾക്ക് ഫസ്റ്റ് 100 റാങ്കിനകത്ത് എത്താൻ സാധിക്കുള്ളൂ. സോ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ ദിവസം തന്നെ ഈ കഴിഞ്ഞ ESE എക്സാമിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടായിരുന്നു? എല്ലാവരും കഴിഞ്ഞ ദിവസം ESE എക്സാമിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. 2016 ESE കണ്ടു എല്ലാം കണ്ടല്ലോ? യെസ്, കണ്ടു. സോ അതിലെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നോക്കാൻ പോകുന്നത്. അതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചേ. എല്ലാ ക്വസ്റ്റ്യൻ ആദ്യം വെച്ചു. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുക. അതിന്റെ എല്ലാ ഓപ്ഷനും ആദ്യം തന്നെ നന്നായിട്ട് വായിക്കുക. വായിച്ചോടെ? വായിക്കി. The decreased platelet count is a typical manifestation of is the dengue fever ആണോ or the typhoid fever ആണോ or the anemia ആണോ or the scarlet fever ആണോ? പറഞ്ഞു എല്ലാവരും. ഈ പറഞ്ഞ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന ഏതായിരിക്കും? ഡെങ്കു ഫീവർ അല്ലേ? അപ്പൊ അവിടെ ഒരു കേരള PC എക്സാമിൽ പ്രീവിയസ് ചോദ്യമുണ്ട്. ഡെങ്കു ഫീവറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഡെങ്കു ഫീവറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഒരു ചോദ്യമുണ്ട്. എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്ന ചോദ്യമാണ്. ഡെങ്കു ഫീവറിന് മറ്റൊരു പേരെന്താണ്? എന്ത് പേര് വിളിക്കാം? എല്ലാരും പറഞ്ഞു ബ്രേക്ക് ബോൺ ഫീവർ ആണോ?
ആണോ? ഇത് ബ്രേക്ക് ബോൺ ഫീവർ എന്ന് വിളിക്കാറുണ്ടോ? ഇത് ഡെങ്കു ഫീവറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഇത് ബ്രേക്ക് ബോൺ ഫീവർ എന്നും വിളിക്കുക അല്ലേ? അല്ലെ? അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അത് ഏത് വൈറസ് ആണോ? ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്ന ഇത് വൈറസ് ആണോ? ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇത് വൈറസ് ആണോ? പറയും വൈറസ് ആണോ? എങ്കിൽ ചോദ്യമുണ്ട്. ഇത് വൈറസിന്റെ പേരെന്താ? എങ്കിൽ പറഞ്ഞ് ഞാൻ ആ വൈറസിന്റെ പേരെന്താ? ഇസ് അർബോ വൈറസ് ആണോ? ഇസ് അർബോ വൈറസ് ആണോ? ചോദ്യം വരും. ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്ന ഇത് വൈറസിന്റെ പേരെന്താ? ഇസ് അർബോ വൈറസ് ആണല്ലേ? അല്ലേ? അപ്പോ അവിടെ വീണ്ടും ചോദ്യമുണ്ട്. ഇസ് അർബോ വൈറസ് അതെങ്ങനെയാ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ഇസ് അർബോ വൈറസ് അത് എങ്ങനെയാ? ട്രാൻസ്മിഷൻ എങ്ങനെയാ? അണ്ട ഒരു ചോദ്യത്തിനകത്ത് എന്തുമാത്രം ചോദ്യം ആലോചിക്കുക. ഞാൻ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? ഈ പറഞ്ഞ പ്ലേറ്റിൽ കൗണ്ട് കുറയുന്നത് അത് ഏത് അസുഖമെന്ന് ചോദിച്ചു. ഇത് ഡെങ്കു ഫീവർ ആണോ? ടൈഫോയിഡ് ആണോ? അനീമിയ ആണോ? സ്കാർലറ്റ് ഫീവർ എന്നായിരുന്നു ചോദ്യം വന്നത്. അവിടുത്തെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയപ്പോൾ തന്നെ ആൻസർ എന്താ? ഇത് ഡെങ്കു ഫീവറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഇത് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നുണ്ടല്ലേ? ഇത് ബ്രേക്ക് ബോൺ ഫീവർ എന്നറിയപ്പെടുന്നുണ്ട്. അതേ ബ്രേക്ക് ബോൺ ഫീവർ അല്ലെങ്കിൽ ഡെങ്കു വൈറസ് എന്ന് പറയുമ്പോൾ എന്ത് വൈറസ്? ഇത് അർബോ വൈറസ് അല്ലേ? അർബോ വൈറസ് ആണ്. ഇനി ട്രാൻസ്മിഷൻ എങ്ങനെയാ? വെക്ടറിന്റെ പേരെന്താ? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മോസ്കിറ്റോ എന്നറിയാം. അത് എന്ത് ടൈപ്പ് വെക്ടർ ആണ്? ആന്ത്രോപോഡ് വെക്ടർ ആണോ? ചോദ്യം ഉണ്ടായിരുന്നു. ഏഡിസ് എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പ് വെക്ടറാ? എന്ത് ടൈപ്പ് വെക്ടറാ? ആന്ത്രോപോഡ് ആണോ? ആന്ത്രോപോഡ് വെക്ടർ ആണോ? ചോദ്യം ഉണ്ടായിരുന്നു. ആണോ? ആണോടെ? ആണോ? 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 നിങ്ങൾ എല്ലാരും പറഞ്ഞു ഏഡിസ് എന്ന് പറയുന്നത് അത് എന്ത് ടൈപ്പ് വെക്ടറാ? ആന്ത്രോപോഡ് അല്ലേ? ആന്ത്രോപോഡ് വെക്ടർ അല്ലേ? ആന്ത്രോപോഡ് വെക്ടർ അല്ലേ? ഇനി ചോദിക്കാം, ഡെങ്കു ഫീവറിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? ഡെങ്കു ഫീവറിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ചോദിച്ചാൽ എത്ര എഴുതും? ഇറ്റ് ഈസ് 3 to 10 days അല്ലേ? 3 to 10 days ആണ് ഡെങ്കു ഫീവറിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് കൂടെ അറിയുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ആയോ എല്ലാവർക്കും? എല്ലാവരും ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ആയോ? പറഞ്ഞ ഡെങ്കു ഫീവർ നമുക്ക് ഡെങ്കു സിൻഡ്രോം എന്ന് വിളിക്കാം അല്ലെ? ഡെങ്കു ഫീവർ നമുക്ക് ഡെങ്കു സിൻഡ്രോം എന്ന് വിളിക്കാം. ആൾസോ വീണ്ടും എന്ത് പേരോട് വിളിക്കാം? ഇത് ബ്രേക്ക് ബോൺ ഫീവർ എന്നുകൂടെ വിളിക്കാം. അത് ഇത് ക്യാരി ചെയ്യുന്ന വൈറസിന്റെ പേരെന്താ? എന്ത് പേരടെ? ഇത് അർബോ വൈറസ് അല്ലേ? അർബോ വൈറസ് ആണ്. എന്താണ് ഇത് വൈറസിന്റെ പേര് ചോദിച്ചത്? അതാണ്. ഇനി ഇത് അർബോ വൈറസ് അത് ഏത് കാറ്റഗറി ട്രാൻസ്മിഷൻ ചെയ്യുന്നു? ആന്ത്രോപോയിഡ് വെക്ടർ വഴി അല്ലേ? ആന്ത്രോപോയിഡ് വെക്ടർ വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇനി വെക്ടറിന്റെ പേരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പേര്. ഏഡിസ് ഈജിപ്തി എന്നും വേറെ പേരുണ്ടോ അവിടെ? ഉണ്ടോ? അത് ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? ഇൻക്യുബേഷൻ പീരീഡ് 3 to 10 days അല്ലേ? ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? 3 to 10 days ആണ്. ക്ലിയർ? ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയോ? ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ആയോ? ഒരു ചോദ്യം ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയർ ആയോ? ഇങ്ങനെ പഠിച്ചാ പോരെ. തിയറിയോടൊപ്പം ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അതിന്റെ എല്ലാ ഓപ്ഷനും പഠിച്ചത് എല്ലാം ആയില്ലേ? അല്ലേ? ആലോചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ആ ഒരു കാര്യം എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ അവിടെ ആരെങ്കിലും എപ്പോഴെങ്കിലും? ഇത്രയും വർഷമായിട്ട് ആരെങ്കിലും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ? ഇത്രയും വർഷമായിട്ട് ആരെങ്കിലും ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആദ്യം തൊട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കാണത്തില്ല. ഇല്ല. പക്ഷെ ഇവിടെ ആദ്യം മുതൽ തന്നെ ഇത് ക്വസ്റ്റ്യൻ ഡിസ്കഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കും കേട്ടോ. സോ ഇതേ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ. ഇതേ ക്വസ്റ്റ്യൻ സെക്കൻഡ് ഓപ്ഷൻ എന്താ? ടൈഫോയിഡ് അല്ലേ? അല്ലേ? ടൈഫോയിഡ് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയേ. ടൈഫോയിഡ് അല്ലേ? അല്ലേ? ഈ ടൈഫോയിഡ് വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ഈ ടൈഫോയിഡ് ഫീവറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? എൻഡറിക് ഫീവർ കേട്ടോ ആരെങ്കിലും? എൻഡറിക് ഫീവർ ആരെങ്കിലും എവിടെയെങ്കിലും
എൻഡറിക് ഫീവർ കേട്ടോ. സോ ദ ടൈഫോയിഡിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ചോദ്യം ഉണ്ടായിരുന്നു. ദ ടൈഫോയിഡിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? എൻഡറിക് ഫീവർ എന്ന് വിളിക്കുക അല്ലേ? ചോദ്യം ഫസ്റ്റ് ചോദ്യം അവിടെ നിന്ന് തന്നെ വരും. ദ ടൈഫോയിഡിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? എൻഡറിക് ഫീവർ എന്ന് വിളിക്കാം. എൻഡറിക് ഫീവർ എന്ന് വിളിക്കാം. അതിന്റെ ദ കോസേറ്റ് ഏജന്റ് ഏതാ? അതിന്റെ കോസേറ്റ് ഏജന്റ് പേരെന്താ? സാൽമോണല്ല ടൈഫി അല്ലേ? സാൽമോണല്ല ടൈഫിയും അല്ലെങ്കിൽ ദ പാരാടൈഫി അല്ലേ? സാൽമോണല്ല അല്ലെങ്കിൽ ദ പാരാടൈഫി എന്നും വിളിക്കാം. ചോദ്യം അവിടെ വീണ്ടും ഉണ്ട്. ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ടൈഫോയിഡിന്റെ ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്താ? ചോദ്യം അവിടെ നിന്ന് വരും. ദ ഫീക്കോ ഓറൽ റൂട്ട് ആണോ? ഫീക്കോ ഓറൽ റൂട്ട്, ഫീക്കോ ഓറൽ റൂട്ട് ആണല്ലേ? ടൈഫോയിഡ് അല്ലെങ്കിൽ എൻഡറിക് ഫീവറിന്റെ എന്താണ് ഇസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നോക്കുമ്പോൾ ഇസ് ഫീക്കോ ഓറൽ റൂട്ട് ആണ് ഇസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അറിയാമല്ലോ. ദ കണ്ടാമിനേറ്റഡ് ദ ഫുഡ് ആൻഡ് വാട്ടർ ട്രാൻസ്മിറ്റ് ആവും. ഇത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ വഴിയും ട്രാൻസ്മിറ്റ് ആവാറുണ്ടോ ദ ടൈഫോയിഡ്? പറയണം, എല്ലാവരും പറയണം. അവരുണ്ടോ? അവരുണ്ട്. ആൻഡ് യൂറിൻ ആൻഡ് ഫീക്കസ് ട്രാൻസ്മിറ്റ് ആവാറുണ്ടോ? ഉണ്ട്. ഇനി ഇതേ ടൈഫോയിഡിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? ടൈഫോയിഡിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? 10 to 14 days അല്ലേ? ദ ടൈഫോയിഡിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? ദ ടൈഫോയിഡിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ചോദിച്ചാൽ ഒരു 10 മുതൽ 14 ദിവസം അല്ലേ? ദ ടൈഫോയിഡിന്റെ ഇൻക്യുബേഷൻ പീരീഡ് ചോദിക്കുകയാണെങ്കിൽ ഒരു 10 മുതൽ 14 ദിവസം വരെയാണ് ദ ടൈഫോയിഡിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്നറിയപ്പെടുന്നത്. ഇനി ഒരു ചോദ്യമല്ല, ഇനി 3 ചോദ്യം കൂടെ ഉണ്ട് ഇവിടുന്ന്. കേരള PC സ്ഥിരം ചോദിക്കാം. ആർക്കും അറിയാമോ? ടൈഫോയിഡുമായി ബന്ധപ്പെട്ട് കേരള PC എക്സാം സ്ഥിരം ചോദിക്കുന്നത് 2-3 ചോദ്യം കൂടെ ഉണ്ട്. ആർക്ക് പറയാം? നിങ്ങൾ ആർക്കറിയാം? നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കേണ്ട. ആർക്ക് പറയാം? ടൈഫോയിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് അതൊക്കെയാണല്ലേ? ടൈഫോയിഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന കാര്യം എന്താ? സ്റ്റെപ്പ് ലാഡർ ഫീവർ കാണപ്പെടുന്ന എവിടെയാ? ചോദ്യം ഉണ്ടായിരുന്നു. സ്റ്റെപ്പ് ലാഡർ ഫീവർ കാണപ്പെടുന്ന എവിടെയാ? ആർക്ക് പറയാം? പറയാം. സ്റ്റെപ്പ് ലാഡർ ഫീവർ ടൈഫോയിഡിലാണ്. സ്റ്റെപ്പ് ലാഡർ ഫീവർ കാണും, ടൈഫോയിഡിൽ കാണും. വേറെ എന്തുകൊണ്ടായിരിക്കും? ഫസ്റ്റ് ഫീച്ചർ സ്റ്റെപ്പ് ലാഡർ ഫീവർ പറഞ്ഞു. ആൻഡ് ടൈപ്പ് ഓഫ് ഡയേറിയ ഉണ്ട്. ഇസ് ദ പീ സൂപ്പ് ഡയേറിയ. ആരെങ്കിലും എവിടെയെങ്കിലും ഇസ് ദ പീ സൂപ്പ് ഡയേറിയ ചോദ്യം ഉണ്ടായിരുന്നു. പലതവണ ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇസ് ദ പീ സൂപ്പ് ഡയേറിയ അത് കാണപ്പെടുന്ന എവിടെ ചോദിച്ചാലും ഇസ് ദ ടൈഫോയിഡിലാണ് ഇത് പീ സൂപ്പ് ഡയേറിയയും കാണുന്നത്. ആൻഡ് ഒരു കാര്യം കൂടെ ഉണ്ട്. അബ്ഡോമൽ ഡിസ്റ്റൻഷൻ ഉണ്ടായിരിക്കുമോ? അങ്ങനെ ഒരു പേഷ്യൻസ് നല്ല അബ്ഡോമൽ ഡിസ്റ്റൻഷൻ കൂടെ ഉണ്ടായിരിക്കും. സോ ദ സെക്കൻഡ് ഓപ്ഷൻ ആയ ദ ടൈഫോയിഡ് ഫീവറിന്റെ അനദർ നെയിം എന്താ? എൻഡറിക് ഫീവർ അല്ലേ? ദ ടൈഫോയിഡിന്റെ മറ്റൊരു പേരെന്താ? എൻഡറിക് ഫീവർ എന്ന് വിളിക്കാം. ആൻഡ് ദ കോസേറ്റിംഗ് ഏജന്റ് ഏതാ? ദ സാൽമോണല്ല ദ ടൈഫിയും ഓർ ഇസ് പാരാടൈഫി എന്ന് വിളിക്കുക അല്ലേ? ഇത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ നോക്കുകയാണെങ്കിൽ ഇത് ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് എപ്പോഴും ഇത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അത് ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? 10 to 14 days ഇൻക്യുബേഷൻ പീരീഡും. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കേരള PC എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റെപ്പ് ലാഡർ ഫീവർ കാണപ്പെടുന്നത് എവിടെയാ? അതെവിടെയാ? ടൈഫോയിഡിലാണ്. ആൻഡ് ദ അബ്ഡോമൽ ഡിസ്റ്റൻഷൻ കാണപ്പെടുന്നത് എവിടെ? ഇൻ ദ ടൈഫോയിഡിൽ കാണും. ആൻഡ് ദ പീ സൂപ്പ് ഡയേറിയ എവിടെ കാണും? ഇൻ ദ ടൈഫോയിഡിൽ കാണും. സോ എല്ലാവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയോ? എല്ലാവർക്കും ടൈഫോയിഡും ആൻഡ് ദ ഡെങ്കും കിട്ടിയോടെ? കണ്ട് നമ്മളിത് കമ്മ്യൂണിറ്റി തുടങ്ങിയില്ല. ആലോചിച്ച് നോക്കുക. കമ്മ്യൂണിറ്റി തുടങ്ങുന്ന മുമ്പേ നിങ്ങൾ ഇത്രയും പഠിച്ചോടെ. ഡെങ്കുവിനെ കുറിച്ചും ടൈഫോയിഡിനെ കുറിച്ചും പഠിച്ചോ? ഇതിപ്പോ പഠിച്ച ശേഷം അവിടെ ഇന്ത തിയറി പഠിക്കുമ്പോൾ ഈസി ആയിരിക്കത്തില്ലേ? ഇപ്പോ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവിടെ ഇന്ത തിയറി പഠിക്കുമ്പോൾ ഏറ്റവും വളരെ ഈസി ആയിരിക്കത്തില്ലേ? ഈസി ആയിരിക്കും അവിടെ. യെസ്. അതിൽ അടുത്ത ഓപ്ഷൻ ഏതാ? ഇതിൽ അടുത്ത ഓപ്ഷൻ പറഞ്ഞ സ്കാർലെറ്റ് ഫീവർ എന്താണ്? അടുത്ത ഓപ്ഷൻ സ്കാർലെറ്റ് ഫീവർ എന്ന് പറയുന്നത് എന്താ?
സ്കാർലറ്റ് ഫീവർ. അപ്പൊ എവിടെയും കേട്ടിട്ടുണ്ടോ? പേര് എവിടെയും കേട്ടോ സ്കാർലറ്റ് എന്ന്? എന്ത് സംഭവം എന്താ? സ്കാർലറ്റ് ഫീവർ പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്താ ഉണ്ടാവും? സ്കാർലറ്റ് ഫീവർ വരുന്ന സമയത്ത് ആ പേഷ്യന്റ് ഫസ്റ്റ് എന്താ എന്തോടെ ചെറിയൊരു സോർ ത്രോട്ട് അല്ലെ ഫസ്റ്റ് എന്തോണ്ടാവും? ചെറിയൊരു സോർ ത്രോട്ട് ഉണ്ടാവും. അതിന്റെ കോസ് എന്താ? ഇത് ബാക്ടീരിയ ആണോ ഓർ വൈറസ് ആണോ? സ്കാർലറ്റ് ഫീവർ വരുന്നതിന് കാരണം ഇത് ബാക്ടീരിയ ആണോ ഓർ വൈറസ് ആണോ? ആർക്ക് പറയാം? ചുമ്മാ പറയും. ഇത് ബാക്ടീരിയ അല്ലേ? സ്കാർലറ്റ് ഫീവർ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ അല്ലേ? ഇത് ബാക്ടീരിയ കേട്ടോ. സ്കാർലറ്റ് ഫീവർ ഉണ്ടാക്കുന്ന ഇത് ബാക്ടീരിയ ആണ്. അവിടെ വരുമ്പോൾ ആരെങ്കിലും സ്ട്രെപ്റ്റോകോക്കസ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ടല്ലേ. സ്ട്രെപ്റ്റോകോക്കസ് എന്നാണ്, അതാണ് പ്രധാനമായിട്ട് വരുന്നത്. സ്കാർലറ്റീനിയ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ സ്കാർലറ്റ് ഫീവറിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. സ്കാർലറ്റീനിയ. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. ചോദിച്ചാൽ എഴുതണം. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കുട്ടികളാണ്. ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് 5 to 10 years വരുന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സ്കാർലറ്റ് ഫീവർ വരാൻ കാരണം. ക്ലിയർ? യെസ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താ? ഏതായിരിക്കും ആൻസർ? ഈ പറഞ്ഞ പ്ലേറ്റൽ കൗണ്ട് കുറയുന്ന അസുഖം ഡെങ്കു ഫീവർ അല്ലേ? ഡെങ്കു ഫീവർ എന്താ? പ്ലേറ്റൽ കൗണ്ട് കുറയുന്ന കാരണം. ഫസ്റ്റ് ക്വസ്റ്റ്യനും ആൻഡ് എല്ലാ ഓപ്ഷനും എല്ലാവരും ക്ലിയർ ആയത് കിടന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചില്ല എല്ലാവരും? ക്വസ്റ്റ്യൻ വായിച്ചേ. അറിയാം. അതിന്റെ നോക്കേണ്ട വെച്ചാൽ BP മെഷർ ചെയ്യുന്ന മെഷീൻ ഏതാ? സ്വിഗ്മോമീറ്റർ അല്ലേ? അവിടെ അറിയേണ്ട മറ്റു കാര്യം, എപ്പോഴും കേരള PC ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാം. ഗോണിയോമീറ്റർ എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഗോണിയോമീറ്റർ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ ഗോണിയോമീറ്റർ എവിടെയും കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും പ്രീവിയസ് എക്സാം എഴുതിയ സമയത്ത് ഗോണിയോമീറ്ററിൽ നിന്ന് ചോദ്യം കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? പലരും കണ്ടിട്ടുണ്ട്. ഉണ്ട്. സോ നോക്കാം എന്താ സംഭവം എന്തായിരിക്കും? എന്താ ഇത് ഗോണിയോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അറിയണമല്ലേ? സംഭവം എന്തായിരിക്കും? ആർക്ക് പറയാം? റേഞ്ച് ഓഫ് മോഷൻ നോക്കാൻ ഉപയോഗിക്കുന്ന സംഭവം ആരാ? റേഞ്ച് ഓഫ് മോഷൻ നോക്കാൻ ഉപയോഗിക്കുന്ന സംഭവം എന്താണ്? റേഞ്ച് ഓഫ് മോഷൻ നോക്കാൻ ഉപയോഗിക്കുന്ന അത് ഗോണിയോമീറ്റർ വെച്ചല്ലേ? ശരിയല്ലേ? കാര്യം കണ്ടുണ്ടോ? അതെവിടെ? എന്ത് ജോയിന്റ്സിലാണോ? ആർക്ക് പറയാം? ഗോണിയോമീറ്റർ നോക്കുന്നത്, റേഞ്ച് ഓഫ് മോഷൻ നോക്കുന്നത് ജോയിന്റ്സിലാണോ? പല പ്രാവശ്യം പല എക്സാം പല രീതിയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഗോണിയോമീറ്റർ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? റേഞ്ച് ഓഫ് മോഷൻ അസസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഗോണിയോമീറ്റർ യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ജോയിന്റ്സിലാണ് എപ്പോഴും ഗോണിയോമീറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അടുത്ത ഓപ്ഷൻ നോക്കി, പ്രോട്ടോസ്കോപ്പ് എന്തായിരിക്കും? റെക്ടസും ആൻഡ് ഏനസും നോക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ ഏതാ? റെക്ടസും ആൻഡ് ഏനസും അവിടെ നമ്മൾ എക്സാമിൻ ചെയ്യുന്ന മെഷീന്റെ പേര് എന്താ? അതിന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാ. അതാണ് ഈ ക്വസ്റ്റ്യൻ കണ്ടോ? ആരെങ്കിലും ക്വസ്റ്റ്യൻ കണ്ടുണ്ടോ? ആ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പ്രോട്ടോസ്കോപ്പി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ? ഇത് കേരള PC എക്സാം പ്രീവിയസ് ആയിട്ട് പ്രോട്ടോസ്കോപ്പി എന്നാണ് ചോദിച്ചാൽ ആരും കണ്ടിട്ടുണ്ടോ? റെക്ടസും ആൻഡ് ഏനസും വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യനും ആൻഡ് 4 ഓപ്ഷൻസും എല്ലാവർക്കും നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായോ? യെസ്.
എല്ലാരും പറഞ്ഞേ, എനിക്ക് എല്ലാ റിവ്യൂ അറിയണം. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ദ മെയിൽ സെക്സ് ഹോർമോൺ ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇത് മെയിൽ സെക്സ് ഹോർമോൺ ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച എല്ലാവരും. ആയിരിക്കും ഇതിൽ ഈസ്ട്രോജൻ ആണോ, ഓർ ദ പ്രൊലാക്റ്റിൻ ആണോ, ഓർ ദ പ്രൊജസ്ട്രോൺ ആണോ, ഓർ ദ ടെസ്റ്റോസ്റ്റിറോൺ ആണോ? ദ ടെസ്റ്റോസ്റ്റിറോൺ അല്ലേ? ദ ടെസ്റ്റോസ്റ്റിറോണിന്റെ ആൻസർ എന്ന് പറയുന്നത്, ആൻസർ ദ ടെസ്റ്റോസ്റ്റിറോൺ ആണെങ്കിൽ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൻസർ ദ ടെസ്റ്റോസ്റ്റിറോൺ. നമുക്ക് എല്ലാ ഓപ്ഷനും നോക്കാം. ഈസ്ട്രോജൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈസ്ട്രോജൻ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ഈസ്ട്രോജൻ ആരാ സെക്രീറ്റ് ചെയ്തത്? ആരാണ് ഈസ്ട്രോ സെക്രീറ്റ് ചെയ്യുന്നത്? ആർക്ക് പറയാം? ഈസ്ട്രോ അതാ. ആ, ഇത് കോർപ്പസ് ലൂട്ടി ഉണ്ടോ? കോർപ്പസ് ലൂട്ടി ഉണ്ടോ? 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 ഉണ്ട്. അന്റെ പ്ലാസന്റ് ഉണ്ടോ? ചോദ്യം അതാണ്. ഈസ്ട്രോജൻ ദ പ്ലാസന്റ് സെക്രീറ്റ് ചെയ്യുന്നുണ്ടോ? ചോദ്യം ഇതായിരുന്നു. ഈസ്ട്രോജൻ പ്ലാസന്റ് സെക്രീറ്റ് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഈസ്ട്രോജൻ പ്ലാസന്റെയും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ചോദിക്കും, ഈസ്ട്രോജന്റെ ദ നോർമൽ ലെവൽ എത്ര? ഈസ്ട്രോജന്റെ ദ നോർമൽ ലെവൽ എത്ര? ആർക്കറിയാമോ? ആർക്കറിയാമോ? is the 0.05 തൊട്ട് 0.05 തൊട്ട് is 30 mg ആണോ ഓർ ദ ഗ്രാം ആണോ അവിടെ? 30 mg ആണോ ഓർ ദ ഗ്രാം ആണോ അവിടെ? ഇത് ഗ്രാം പെർ എം എൽ അല്ലേ? ആണോ? ഈസ്ട്രോജന്റെ ദ നോർമൽ ലെവൽ എത്രയാ? 0.05 തൊട്ട് 30 ആണ് ഈസ്ട്രോജന്റെ ദ നോർമൽ ലെവൽ എന്ന് പറയുന്നത്. ഈസ്ട്രോജന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ? ആർക്കും അറിയാം? ഈസ്ട്രോജൻ ദ സെർവിക്കൽ ദ റിപ്പനിങ് സഹായിക്കാറുണ്ടോ? ഈസ്ട്രോജൻ ദ സെർവിക്കൽ ദ റിപ്പനിങ്ങിന് സഹായിക്കാറുണ്ടോ? പറയണം. ഈസ്ട്രോജൻ ദ സെർവിക്കൽ ദ റിപ്പനിങ്ങിന് സഹായിക്കാറുണ്ടോ? ഉണ്ട്. ആൻഡ് ദ മയോമെട്രിയത്തിന് ഇത് പ്രിപ്പയർ ചെയ്യാറുണ്ടോ ഈസ്ട്രോജൻ? ആൻഡ് ദ മയോമെട്രിയത്തിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഈസ്ട്രോജൻ? ഉണ്ടോ? യെസ് ഓർ നോ? ഈസ്ട്രോജൻ ദ മയോമെട്രിയത്തിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ഈസ്ട്രോജൻ? ഉണ്ട്. അത് എന്ത് ടൈപ്പ് ഹോർമോണാണ്? ഇത് പെപ്റ്റൈഡ് ആണോ, സ്റ്റിറോയിഡ് ആണോ, എന്ത് ടൈപ്പ് ഹോർമോൺ ആണ് ഈസ്ട്രോജൻ എന്ന് പറയും? ചോദ്യം അവിടെ നിന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. ഈസ്ട്രോജൻ എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് ഹോർമോൺ അല്ലേ? ഈസ്ട്രോജൻ എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് അല്ലേ? കേട്ടിട്ടുണ്ടോ? ഈസ്ട്രോജനെ കുറിച്ച് ചോദിച്ചാൽ സ്റ്റിറോയിഡ് ഹോർമോൺ അല്ലേ? ഈസ്ട്രോജൻ ചോദിച്ചാൽ സ്റ്റിറോയിഡ് ഹോർമോൺ ആണ്, മറക്കരുത്. ആരാ സെക്രീറ്റ് ചെയ്യുന്നു എന്നൊരു ചോദ്യം കൂടെ വരികയാണെങ്കിൽ, ആരെങ്കിലും ദ സിൻഷിയോട്രോപ്പോബ്ലാസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ സിൻഷിയോട്രോപ്പോബ്ലാസ്റ്റ് കേട്ടിട്ടുണ്ടോ? അവനാണ് ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യുന്നത്. അതൊരു ടൈപ്പ് സെല്ലാണോ അവിടെ? പറയുക. ദ സിൻഷിയോട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സെല്ലാണോ? ആരെങ്കിലും എവിടെയും കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ദ സിൻഷിയോട്രോപ്പോബ്ലാസ്റ്റ് എന്ന് കേട്ടിട്ട് ദ സെല്ലാണോ ഓർ ദ ലെയർ ആണോ? ദ സെല്ലാണോ ഓർ ദ ലെയർ ആണോ? ചോദിക്കട്ടെ. ദ സിൻഷിയോട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാ? ദ പ്ലാസന്റയുടെ ആണോ അവിടെ? ആണോ? എല്ലാം പറഞ്ഞു ആണ്. മറക്കരുത്. ദ പ്ലാസന്റയുടെ ഭാഗം എന്താണ്? ദ സിൻഷിയോട്രോപ്പോബ്ലാസ്റ്റ്. അവനാണ് ദ സിൻഷിയോട്രോപ്പോബ്ലാസ്റ്റ് ആണ്. അപ്പോൾ ആരെ സെക്രീറ്റ് ചെയ്യുന്നത്? ഈസ്ട്രോജനെ സെക്രീറ്റ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഈസ്ട്രോജൻ ക്ലിയർ ആയ കുഞ്ഞുങ്ങളെ? ഈസ്ട്രോജൻ ക്ലിയർ ആയ? അടുത്ത ഓപ്ഷൻ നോക്കിയേ. പ്രൊലാക്റ്റിൻ. അപ്പൊ പ്രൊലാക്റ്റിൻ പറയുന്ന മുമ്പേ ഈ പറഞ്ഞ ഈസ്ട്രോജൻ പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിന്റെ കൂടെ പഠിക്കുന്ന ഹോർമോൺ ഉണ്ട്. ആർക്കും അറിയാം?
ഇത് പ്രൊജസ്ട്രോൺ അല്ലെ. എപ്പോഴും ഈസ്ട്രോൺ പഠിക്കുമ്പോൾ അതിന് കൂടെ പഠിക്കുന്ന ഹോർമോൺ ഇത് പ്രൊജസ്ട്രോൺ. എന്ത് സംഭവം എന്താ എന്താ ഇത് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ എന്താ എന്താ പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ എന്താ? ആര് സെക്രീറ്റ് ചെയ്യും? ചോദ്യം അവിടെയാണ്. ഇത് പ്രൊജസ്ട്രോൺ ആര് സെക്രീറ്റ് ചെയ്യും? കോർപ്പസ് ലൂട്ടിയം കേട്ടിട്ടുണ്ടെങ്കിലും കോർപ്പസ് ലൂട്ടിയം ആരെങ്കിലും എവിടെ ഇത് കോർപ്പസ് ലൂട്ടിയം കേട്ടിട്ടുണ്ടെങ്കിൽ ദ കോർപ്പസ് ലൂട്ടിയം ആണ് ആര് സെക്രീറ്റ് ചെയ്യുന്നത്? ദ പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ദ കോർപ്പസ് ലൂട്ടിയം അത് ഫസ്റ്റ് സെക്രീറ്റ് അല്ലേ? ഫസ്റ്റ് ആയിട്ട് ഏറ്റവും ആദ്യമായിട്ട് ഇത് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യുന്നത് അത് കോർപ്പസ് ലൂട്ടിയം. മീൻസ് സെക്കൻഡ് ആരായിരിക്കും? at the time of the pregnancy, the first time is the corpus luteum ആണ് the progesterone secrete എങ്കിൽ സെക്കൻഡ് ആരാ? പ്ലാസന്റെ അല്ലേ? രണ്ടാമതാരാ? ഇത് പ്ലാസന്റെയാണ് രണ്ടാമത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് മറക്കുമെങ്കിലും ഇത് മറക്കും ഇല്ല. ഇതിന്റെ ഇതുവരെയായിട്ട് ഇതിന്റെ നോർമൽ വാല്യൂ ഇതിൽ ചോദിച്ചിട്ടില്ല. പറഞ്ഞു തരണോ? വേണോ? ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ അറിയണ്ടേ? വേണ്ടേ? അറിയണം. ഒരു 12 വീക്ക് ആകുമ്പോഴേ 12 വീക്ക് ആകുമ്പോൾ എത്രയായിരിക്കും? ഇസ് 25 is the nanogram per ml. 12 വീക്ക് ആവുമ്പോൾ is the progesterone is the level ചോദിക്കുകയാണെങ്കിൽ എത്ര? is the 25 is the nanogram per ml ആണ് 12 വീക്കിൽ. അതേ സംഭവം ഒരു 20 വീക്ക് ആകുമ്പോൾ എത്ര ആയിരിക്കും? ഒരു 20 വീക്ക് ആവുമ്പോൾ ഏകദേശം is 80 നാനോഗ്രാം പെർ ml ആവും. മറക്കരുത്. ഒരു 12 വീക്ക് ആകുമ്പോൾ 25 നാനോഗ്രാമും ആൻഡ് ഒരു 20 വീക്ക് ആകുമ്പോൾ എത്ര is 80 അല്ലേ? ആൻഡ് ദ ടേം സമയം എത്രയായിരിക്കും? അവസാനം ടേം സമയമാകുമ്പോൾ എത്രയായിരിക്കും? ആൻഡ് ദ ടേം ലെവൽ എത്രയായിരിക്കും? is the 300 നാനോഗ്രാം പെർ ml ആയിരിക്കും. ചോദ്യം ഉണ്ടായിരുന്നു is the progesterone at the ടേമിൽ എത്രയായിരുന്നു? ഇത് കേരള പി എസ് പ്രീവിയസ് ചോദ്യമാണ്. is the progesterone at the ടേമിൽ എത്രയാ? ഇനി ആൻസർ പറഞ്ഞ എല്ലാവരും ആൻസർ പറഞ്ഞേ. The progesterone at the ടേമിൽ എത്രയാണ്? the normal value is the 300 is the nanogram per ml. at the 20 വീക്കിൽ എത്രയാ? is 80 nanogram per ml. and the 12 വീക്കിൽ എത്രയാ? the 25 nanogram per ml. is it clear? the progesterone കുറിച്ച് ക്ലിയർ ആയോ? ഇനി അറിയേണ്ട ഫങ്ഷൻ ഓഫ് പ്രൊജസ്ട്രോൺ എന്താ? ഇനി അറിയേണ്ട കാര്യം is the function of progesterone എന്താ? is the പ്രൊജസ്ട്രോണിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാ? ആർക്ക് പറയാം? എല്ലാവരും ശരിയാണ്. ഇത് മെയിൻറ്റെയിൻ ദ പ്രഗ്നൻസി അല്ലെ? ഈ പറഞ്ഞ ദ പ്രഗ്നൻസി മെയിൻറ്റെയിൻ ഹോർമോൺ ആണോ? ചോദിക്കട്ടെ. ഇത് പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ is the pregnancy മെയിൻറ്റെയിൻ ഹോർമോൺ അവിടെ? എല്ലാവരും പലരും കേട്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് എല്ലാ ഉത്തരം കേൾക്കണം. ഇത് പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ ഒന്നും എഴുതണ്ട കേട്ടോ. ഇപ്പൊ ഒന്നും എഴുതണ്ട, ഇതെല്ലാം പഠിപ്പിക്കും. ആണോ? എല്ലാരും പറഞ്ഞേ. ഇത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് ഇത് പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോൺ ആണോ? ആണ്. അത് എല്ലാവർക്കും അറിയാം. ഇത് പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ ഇത് പ്രഗ്നൻസി മെയിൻറ്റെയിനിങ് ഹോർമോൺ ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് വേറെ ഫങ്ഷൻ ഉണ്ടോ? ഇത് പ്രൊജസ്ട്രോണ് എൻഡോമെട്രിയത്തിന് ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഫോർ ദി ഇംപ്ലാന്റേഷന് വേണ്ടി എൻഡോമെട്രിയത്തിന് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഹോർമോൺ ആരെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഈസ്ട്രോജൻ ആണോ, ഓർ ദ പ്രൊജസ്ട്രോൺ ആണോ, ഓർ ദ ലൂട്ടിനൈസിങ് ഹോർമോൺ ആണോ? ആരാ? പ്രൊജസ്ട്രോൺ. ഇത് നിങ്ങൾ എല്ലാവരും സ്ഥിരമായിട്ട് തെറ്റിച്ചുകൊണ്ട് ഈസ്ട്രോജൻ എഴുതാറില്ലേ? എല്ലാവരും സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ചുകൊണ്ട് ചാടിക്കേറി ഈസ്ട്രോജൻ എന്ന് എഴുതാറില്ലേ? ഉണ്ടോ അവിടെ? സത്യം പറയും. കാരണം എപ്പോഴും ഓർമ്മ വരുന്ന ഹോർമോൺ അതാ. നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഈ ഉൾമനസ്സിലുള്ള കാര്യം ഈസ്ട്രോജൻ മാത്രമാണ്. നിങ്ങൾ ഉൾമനസ്സിൽ എപ്പോഴും ഓർമ്മ ഒരു കാര്യം എന്താ? കൺഫ്യൂഷൻ ആയിപ്പോലെ എപ്പോഴും നിങ്ങൾ ഉൾമനസ്സിലാവും. അറ്റ് ദ ടൈം ഓഫ് എക്സാമ്പിൾ എന്താണ് എപ്പോഴും ഈസ്ട്രോജൻ മാത്രം എപ്പോഴും മനസ്സിൽ നിൽക്കും. പ്രൊജസ്ട്രോൺ ഒരിക്കലും ഓർമ്മ എടുത്തില്ല.
ഈസ്ട്രോജൻ മാത്രമേ ഓർമ്മ നിൽക്കത്തുള്ളൂ. പക്ഷെ പ്രൊജസ്ട്രോണിന്റെ കാര്യം മറന്നു പോകാറുണ്ട്. ഇനി അത് വരാൻ പാടില്ല. ദ പ്രൊജസ്ട്രോൺ എന്ന് പറയുമ്പോൾ ഫങ്ഷൻ എന്തൊക്കെയാ? എൻഡോമെട്രിയത്തിനെ ഇംപ്ലാന്റേഷന് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യും. ഒന്നാമത്തെ ഫങ്ഷൻ എൻഡോമെട്രിയത്തിനെ ഫോർ ഇംപ്ലാന്റേഷന് വേണ്ടി ഇത് പ്രിപ്പയർ ചെയ്യുന്നു. ഒന്നാമത്തെ ഫങ്ഷൻ. രണ്ടാമത്തെ ഫങ്ഷൻ എന്താ? ഇനി ഒരു ഫങ്ഷൻ ഉണ്ടോ? ഈ പറഞ്ഞ ദ ബോഡിയിൽ അറ്റ് ദ ടൈം ഓഫ് ദ പ്രഗ്നൻസിയിൽ ദ ടി ലിംഫോസൈറ്റ് വരുന്നതിനെ ഈ പറഞ്ഞ കുട്ടിയെ ഫീറ്റൽ ദ റിജക്ഷനെ പ്രിവെന്റ് ചെയ്യുന്ന ഹോർമോൺ ആരാ? ദ ടി ലിംഫോസൈറ്റിന്റെ സാന്നിധ്യത്തിൽ വരുന്ന സമയത്ത് ദ ഫീറ്റൽ ദ റിജക്ഷൻ വരാനുള്ള ചാൻസ് വന്നു കഴിഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? ആരാ? പ്രൊജസ്ട്രോൺ ആണല്ലേ? പ്രൊജസ്ട്രോൺ അല്ലേ? 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 അതിന് കാരണം എന്നറിയാമോ? കാരണം അറിയാമോ? അറിയില്ല. ഈ പറഞ്ഞ ദ ഫീറ്റസ് എന്ന് പറയുമ്പോൾ ദ ഫോറിൻ ബോഡി പോലെയല്ലേ? ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മുടെ ബോഡിയിൽ ഈ പറഞ്ഞ ദ ഫീറ്റസ് എന്ന് പറയുമ്പോൾ അത് ടൈപ്പ് ഓഫ് ദ ഫോറിൻ ബോഡി അല്ലേ? ആണോ അല്ലയോ? ആലോചിച്ച് പറയുക. ഫീറ്റസ് എന്ന് പറയുമ്പോൾ ദ ടൈപ്പ് ഓഫ് ദ ഫോറിൻ ബോഡി അല്ലേ? അത് വന്ന് അകത്തിരിക്കുന്ന സമയത്ത് ദ ടി ലിംഫോസൈറ്റ് വന്ന് അതിനെ റിജക്ട് ചെയ്യാൻ സഹായിക്കോ? റിജക്ട് ചെയ്യാൻ ചാൻസ് ഇല്ലേ? പുറത്തോട്ട് കളയാൻ നോക്കൂലേ? അല്ലേ? ദ ടി ലിംഫോസൈറ്റ് വന്ന് അതിനെ പുറത്തോട്ട് തള്ളിവിടെ നോക്കത്തില്ലേ? അപ്പൊ അത് തടയുന്ന ഹോർമോൺ ആരാ? ആരായിരിക്കും? ആരാ? പ്രൊജസ്ട്രോൺ. സംഭവം മനസ്സിലായോ? ഈ പറഞ്ഞ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് ഓഫ് ഫോറിൻ ബോഡിയെ സങ്കല്പിക്കുക. ഇപ്പൊ നമ്മുടെ ബോഡിക്കകത്ത് ഒരു ഫോറിൻ ബോഡി വരുമ്പോൾ ഫസ്റ്റ് വരുന്ന ആളായിരിക്കും ടി ലിംഫോസൈറ്റ് അല്ലേ? ഇപ്പൊ നമ്മുടെ ബോഡിക്കകത്ത് ഒരു ഫോറിൻ ബോഡി കയറുമ്പോൾ ഫസ്റ്റ് അതിന് പുറത്തുകളെ സഹായിക്കുന്നത് ടി ലിംഫോസൈറ്റ് അല്ലേ? അപ്പൊ അതിന്റെ ആക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഹോർമോൺ ആരാ? ചോദ്യം ഉണ്ടായിരുന്നു. ടി ലിംഫോസൈറ്റിന്റെ ആക്ഷനെ അവിടെ ഇൻഹിബിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? പ്രൊജസ്ട്രോൺ. ഇത് മറന്നുപോ? ഇല്ല, മറക്കില്ല. മറക്കത്തില്ല. ഞാൻ തൊട്ട് മുൻപേ ആയിട്ട് ഈ പറഞ്ഞ പ്രൊജസ്ട്രോണിന്റെ കുറച്ച് നോർമൽ വാല്യൂ പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് ടേമിൽ എത്രയാ? ഒരു 12 വീക്ക് എത്രയാ? ഒരു 20 വീക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട് എല്ലാവർക്കും? ഓർമ്മയുണ്ട്. ആ വാല്യൂ ഇല്ലേ? അതേ വാല്യൂ ലെസ് ദാൻ 5 നാനോഗ്രാം പെർ ലിറ്റർ ആയ എത്ര എന്തായിരിക്കും? അതേ വാല്യൂ ദ പ്രൊജസ്ട്രോണിന്റെ വാല്യൂ ഇസ് ദ ലെസ് ദാൻ ദ 5 നാനോഗ്രാം പെർ എം എൽ ആണെങ്കിൽ, ലെസ് ദാൻ ദ 5 നാനോഗ്രാം പെർ എം എൽ ആണെങ്കിൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ആരെയും പറഞ്ഞേ. നിങ്ങൾക്ക് ഉത്തരം അറിയാം. ഈ പറഞ്ഞ പ്രൊജസ്ട്രോണിന്റെ വാല്യൂ ലെസ് ദാൻ ദ 5 നാനോഗ്രാം എം എൽ ആണെങ്കിൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ആരെങ്കിലും എവിടെയെങ്കിലും എക്ടോപിക് പ്രഗ്നൻസി എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടോ? എക്ടോപിക് ഉണ്ടോ? അതാ സംഭവം. ഈ വാല്യൂ ഇല്ലേ? ഞാൻ കുറച്ചു പറഞ്ഞത് നോർമൽ വാല്യൂ ഈ പറഞ്ഞ എന്താണ്? അത് കുറയുകയാണെങ്കിൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? എക്ടോപിക് പ്രഗ്നൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അബോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ ഇത് ഓർമ്മിക്കുക. പ്രൊജസ്ട്രോണിന്റെ വാല്യൂ ഇസ് ലെസ് ദാൻ ദ 5 നാനോഗ്രാം എം എൽ ആണെങ്കിൽ അത് എന്തിനേക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം? ഒന്നുകിൽ അബോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി ആയിരിക്കും. ഇത്രയും ക്ലിയർ ആയോ? ഇനിയുണ്ട്, കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ലെസിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് കുറവിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇത് കൂടുക എന്തിന് ഇൻഡിക്കേറ്റ്? ഇതേ വാല്യൂ ഓഫ് ദ പ്രൊജസ്ട്രോൺ അത് കൂടുകയാണെങ്കിൽ അത് എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ആർക്കെങ്കിലും അറിയാമോ? ആർക്ക് പറയാം? അല്ലെങ്കിൽ എവിടെയെങ്കിലും മോളാർ പ്രഗ്നൻസി കേട്ടിട്ടുണ്ടോ?
ആരെങ്കിലും എവിടെയെങ്കിലും ഈസ് മോളാർ പ്രഗ്നൻസി അല്ലെങ്കിൽ RS ഇൻകോമ്പാക്ടിബിലിറ്റി, RS ഇൻകോമ്പാക്ടിബിലിറ്റി കേട്ടിട്ടുണ്ടോ? ഇത് മോളാർ പ്രഗ്നൻസി എന്നും ആൻഡ് RS ഇൻകോമ്പാക്ടിബിലിറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് പ്രൊജസ്ട്രോണിന്റെ വാല്യൂ നോർമലിനെക്കാളും നല്ലത് ഹൈ ആയി കഴിഞ്ഞാൽ അവിടെ വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ ഏതൊക്കെയാ? ചോദ്യം ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ ഇത് പ്രൊജസ്ട്രോണിന്റെ വാല്യൂ ഇത് നോർമലിനെക്കാട്ടിലും നല്ല ഹൈ ലെവൽ, അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? പ്രൊജസ്ട്രോണിന്റെ വാല്യൂ നോർമലിനെക്കാട്ടിലും ഹൈ ആയി കഴിഞ്ഞാൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഇത് മോളാർ പ്രഗ്നൻസിയും ആൻഡ് RS ഇൻകോമ്പാക്ടിബിലിറ്റിയും. ക്ലിയർ? അപ്പൊ എല്ലാവർക്കും പ്രൊജസ്ട്രോൺ കിട്ടിയോടെ? എല്ലാവർക്കും പ്രൊജസ്ട്രോണും ഈസ്ട്രോനും കിട്ടിയോടെ? പ്രൊജസ്ട്രോണും ഈസ്ട്രോനെ പറ്റി എല്ലാവരും മനസ്സിലായല്ലോ? ഇല്ല, അടുത്ത ഓപ്ഷൻ ഏതാ? ചോദ്യം എന്തായിരുന്നു? ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? താഴെ പറയുന്നവയിൽ ദ മെയിൽ ദ സെക്സ് ഹോർമോൺ ഏതാ? അതിൽ നമ്മൾ ഈസ്ട്രോജൻ കണ്ടു, ആൻഡ് പ്രൊജസ്ട്രോണും കണ്ടു, ദ ടെസ്റ്റോസ്റ്റിറോൺ കണ്ടു. ആൻസർ അറിയാം, ദ ടെസ്റ്റോസ്റ്റിറോൺ അറിയാം, ബാക്കി ഓപ്ഷനും കണ്ടെങ്കിൽ ഓരോ ഓപ്ഷൻ കൂടെ ഉണ്ട്. ദ പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ എന്താ? പ്രൊലാക്റ്റിൻ എന്ന് പറഞ്ഞ എന്താ? ഒരു ഓപ്ഷൻ കൂടെ പറയാനുണ്ട്. പ്രൊലാക്റ്റിൻ എന്താണ്? പ്രൊലാക്റ്റിൻ നമ്മൾ അതിനെന്ത് വിളിക്കും? ഈസ് ദ PRL എന്ന് വിളിക്കാറുണ്ട്. സംഭവം എന്തായിരിക്കും? ഇത് ആരാ സെക്രീറ്റ്? പ്രൊലാക്റ്റിൻ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? അവിടുത്തെ സെല്ലിന്റെ പേര് എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഇത് പ്രൊലാക്റ്റിൻ എന്ന സംഭവം ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? അവിടുത്തെ സെല്ലിന്റെ പേരെന്താ? സെല്ലിന്റെ പേര് അവിടെ നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ സെല്ലിന്റെ പേരെന്താ? സിൻഷോ ട്രോബ്ലാസ്റ്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ സിൻഷോ ട്രോബ്ലാസ്റ്റ് ഓർമ്മയുണ്ടോ? അതെവിടെ വരുന്നത്? ആർക്കും അറിയാം? പ്ലാസന്റ. ഇവിടെ വരുമ്പോൾ പ്രൊലാക്റ്റിൻ എവിടെ വരും? ഇവിടെ ആ ഒരു സെല്ലിന്റെ പേര് അറിയാമോ? ആരെങ്കിലും എവിടെയെങ്കിലും ലാക്ടോട്രോപ്പ് സെൽസ് കേട്ടോ? എവിടെയെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ലാക്ടോട്രോപ്പ് സെൽസ് കേട്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ട്, ചോദ്യം ഉണ്ടായിരുന്നു. ഇത് പ്രൊലാക്റ്റിൻ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ഇത് പ്രൊലാക്റ്റിൻ സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരെന്താ? ഇത് ലാക്ടോട്രോപ്പ് സെല്ലുകളാണ്. ഇത് ലാക്ടോട്രോപ്പ് സെല്ലാണ്. എന്തിന് സഹായിക്കും? ഇത് പ്രൊലാക്റ്റിന്റെ ഫങ്ഷൻ എന്താ? ഇത് പ്രൊലാക്റ്റിന്റെ ഫങ്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാ? ചോദ്യം ഉണ്ടായിരിക്കും. എന്തായിരിക്കും ഇവിടെ? മിൽക്ക് പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഹോർമോൺ ആരാ? മിൽക്ക് പ്രൊഡക്ഷന് സഹായിക്കുന്ന ഹോർമോൺ ആരാ? പ്രൊലാക്റ്റിൻ ആണോ? ഈസ്ട്രോ ആണോ? ഓർ പ്രൊജസ്ട്രോൺ ആണോ? ഓർ ടെസ്റ്റോസ്റ്റെറോൺ ആണോ? പറയട്ടെ. പ്രൊലാക്റ്റിൻ അല്ലേ? ആണോ അല്ലയോ? മിൽക്ക് പ്രൊഡക്ഷന് സഹായിക്കുന്ന ആരാ? പ്രൊലാക്റ്റിൻ. അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്, എപ്പോഴും കാണുന്ന ഒരു ചോദ്യം കൂടെ ഉണ്ട്. മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ ആരാ? മിൽക്ക് ഇജക്റ്റിംഗ് ആരാ? മിൽക്ക് ഇജക്റ്റിംഗ് ഓക്സിറ്റോക്സിൻ അല്ലേ? ഓക്സിറ്റോക്സിൻ അല്ലേ? ഇത് മിൽക്ക് ഇജക്റ്റിംഗ് ആരാ? ഇത് മിൽക്ക് ഇജക്റ്റിംഗ് ചോദിക്കുകയാണെങ്കിൽ അത് ഓക്സിറ്റോക്സിൻ അല്ലേ? മിൽക്ക് ഇജക്റ്റിംഗ് ചോദിച്ചാൽ അത് ഓക്സിറ്റോക്സിനും, ആൻഡ് ദ മിൽക്ക് പ്രൊഡക്ഷൻ സ്റ്റിമുലേറ്റ് ചെയ്താലും ചോദിച്ചാൽ ആരാടെ? ഇത് പ്രൊലാക്റ്റിൻ ആണ്. മറക്കരുത്, ചോദ്യം ഉണ്ടായിരിക്കും. ഇത് ഓക്സിറ്റോക്സിൻ ഇത് മിൽക്ക് ഇജക്റ്റിംഗ് ആണോ ഓർ ദ മിൽക്ക് പ്രൊഡക്ഷൻ ആണോ? കൺഫ്യൂഷൻ വരും ചില സമയത്ത്. ആ ക്വസ്റ്റ്യൻ മറിച്ച് നോക്കുമ്പോൾ ആരും കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാർ എന്താണ് ഈ പറഞ്ഞ എക്സാം കിട്ടി, അത് ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ചറപറ മറിച്ച് നോക്കും. ക്വസ്റ്റ്യൻ മറിച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കാണും. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്താണ്? അയ്യോ, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു, മറന്നുപോയി എന്തോ എപ്പോഴെങ്കിലും ഇത് ഓർമ്മയുണ്ടായിരുന്നു, പെട്ടെന്ന് മറന്നുപോയി എന്നൊരു അവസ്ഥ ഉണ്ടാവും. അവിടെ അത് ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്നത് ദ മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ ആരാ? മിൽക്ക് പ്രൊഡക്ഷൻ ഹോർമോൺ ആരാ? ഇത് പ്രൊലാക്റ്റിൻ അല്ലെ? ഇത് പ്രൊലാക്റ്റിൻ. ആൻഡ് ദ മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ ആരാ? ദ മിൽക്ക് ഇജക്റ്റിംഗ് ഹോർമോൺ ആരാ? ഓക്സിറ്റോക്സിൻ. അല്ലേ? ഈ പറഞ്ഞ കുട്ടി വന്ന് ഈ പറഞ്ഞ ബേബി വന്ന് ഈ പറഞ്ഞ ബ്രസ്റ്റിന് എന്ത് ചെയ്യുന്നു? സക്കിങ് സമയത്തല്ലേ സ്റ്റിമുലേഷൻ ആവുന്നത്? ഇത് പ്രൊലാക്റ്റിൻ അല്ലേ?
ആണ് ആണ് ആണ്. ഇതേ പ്രൊലാക്റ്റിൻ ഇല്ലേ, ഇതേ പ്രൊലാക്റ്റിൻ ഇത് ഫീമെയിൽസിലെ കാര്യം അറിയാം. ഇതേ പ്രൊലാക്റ്റിൻ ദ മെയിൽസിൽ നല്ല കൂടിയിൽ എന്തെങ്കിലും അസുഖം വരാറുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇതേ പ്രൊലാക്റ്റിൻ ദ മെയിൽസിൽ കൂടിയാൽ എന്തെങ്കിലും ഒരു അസുഖം വരാൻ ചാൻസ് ഉണ്ടോ? എന്തെങ്കിലും ഒരു ഡിസീസ് കണ്ടീഷൻ ഏതാണ്? ഏതാ? ആർക്കും അറിയാം? ആർക്കും അറിയാം? ഇമ്പോർട്ടൻസ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഇമ്പോർട്ടൻസ് 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 കേട്ടിട്ടുണ്ടോ? ഇമ്പോർട്ടൻസ് കേട്ടിട്ടുണ്ട്. ആൻഡ് ഇറക്ടൈൽ ദ ഡിസ്ഫങ്ഷൻ ആൻഡ് ദ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. ഈ പറഞ്ഞ പ്രൊലാക്റ്റിന്റെ അളവ് ഇൻ ദ മെയിൽസിൽ നന്നായിട്ട് കൂടുകയാണെങ്കിൽ അവിടെ വരുന്ന രണ്ട് കാര്യം ഏതാ? ഫസ്റ്റ് വൺ ഇസ് ഇമ്പോർട്ടൻസും ഉണ്ടാവാം, സെക്കൻഡ് വൺ ഏതാ? ഇറക്ടൈൽ ദ ഡിസ്ഫങ്ഷനും ഉണ്ടാവാം. ഇനി ചോദ്യം ഇവിടെ വേറെയും ചോദ്യമുണ്ട്. പ്രൊഡക്റ്റിനെ പറ്റി വേറെ ചോദ്യമുണ്ട്. ഇത് ഈ പറഞ്ഞ ഫീമെയിൽസ് ഇല്ലേ, ഇത് ഫീമെയിൽസ് നല്ല ഇത് ഹൈപ്പർ സെക്രീഷൻ എന്തുണ്ടാവും അവിടെ? ഇതേ പ്രൊലാക്റ്റിന്റെ അളവ് ഇൻ ദ ഫീമെയിൽസിൽ നല്ല ഹൈപ്പർ സെക്രീഷൻ വന്നാൽ എന്തുണ്ടാവാം? എന്ത് കണ്ടീഷൻ ഉണ്ടാവാം? ആരെങ്കിലും എവിടെയെങ്കിലും ഇത് ഗാലക്ടോറി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഗാലക്ടോറി സംഭവം എന്താണ് ഇത്? ഗാലക്ടോറി എന്ന് പറഞ്ഞാൽ എന്താ? നല്ല എക്സസീവ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷൻ ആണോ? നല്ല എക്സസീവ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണോ? ആണ്. ഗാലക്ടോറിയ എന്ന് പറയുമ്പോൾ നല്ല എക്സസീവ് ആയിട്ടുള്ള മിൽക്ക് പ്രൊഡക്ഷനെ വിളിക്കുന്ന പേരാണ് ഗാലക്ടോറിയ എന്ന് പറയുന്നത്. സോ ദ ഫീമെയിൽസിൽ പ്രൊലാക്റ്റിന്റെ അളവ് നന്നായിട്ട് കൂടുമ്പോൾ ഗാലക്ടോറിയ ഉണ്ടാവാം. ഗാലക്ടോറിയ മാത്രമാണോ? ആരെങ്കിലും എവിടെയെങ്കിലും അമിനോറിയ ഉണ്ടോ? അമിനോറിയ അതും ഉണ്ടാകും കേട്ടോ. അതും കൂടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ മറക്കരുത്. ചോദിച്ചെഴുതോടെ. എഴുതും. ഇനി അവസാന ഓപ്ഷനായി, ഏറ്റവും അവസാന ഓപ്ഷനായ ദ ടെസ്റ്റോസ്റ്റിറോൺ. അവസാനത്തെ ഓപ്ഷനായി ദ ടെസ്റ്റോസ്റ്റിറോൺ. ഇതാരാ സെക്രറ്റ് ചെയ്യുന്നത്? ഈ ഹോർമോൺ ആരാ സെക്രീറ്റ് ചെയ്യുന്നത്? ദ ടെസ്റ്റോസ്റ്റിറോൺ. ആർക്കും അറിയാം? സ്റ്റിറോയ്ഡ് ഹോർമോൺ അല്ലേ? ആരാടെ? ആൻഡ്രോജൻസ് ആണോ? പറയുക. ദ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്യുന്നത് ആൻഡ്രോജൻസ് ആണോ? ദ ടെസ്റ്റോസ്റ്റിറോൺ സെക്രീറ്റ് ചെയ്തത് ആൻഡ്രോജൻ ആണല്ലേ? ആൻഡ്രോജൻസ് ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. സോ ദ മെയിൽ സെക്സ് ഹോർമോൺ ദ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. സോ ഇത്രയും കിട്ടിയോ? എല്ലാവരും ഇപ്പൊ ഉള്ള എല്ലാവർക്കും കിട്ടിയല്ലോ. കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഇതുപോലെ പഠിച്ചോണ്ടേ, ഇതുപോലെ തിയറിക്കും ആൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം പോരേണ്ടേ? തിയറിക്കും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എല്ലാം ആയില്ലേ? ആദ്യം മുതൽ തന്നെ എല്ലാം ആയല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ദ മയോപ്പിയ ക്യാൻ ബി ദ കറക്റ്റഡ് ബൈ ദ വിച്ച് ദ ഹെൽപ്പ്. ഏതായിരിക്കും ഇത്? മയോപ്പിയ കറക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? ഇത് കോൺവെക്സ് ആണോ, ഓർ ദ കോൺകേവ് ആണോ, ഓർ ദ സിലിണ്ടറിക്കൽ ആണോ, ഓർ ദ ആംഗിൾഡ് ലെൻസ് ആണോ? ഏതായിരിക്കും ഇത് മയോപ്പിയക്ക് വേണ്ടി ഉപയോഗിക്കുന്ന? ആർക്ക് പറയാം? ഇത് മയോപ്പിയ കറക്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ആണോ, കോൺകേവ് ആണോ, സിലിണ്ടറിക്കൽ ആണോ, ആംഗിൾഡ് ആണോ? അപ്പൊ ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണിൽ നിന്നല്ലേ? ടോപ്പിക് ഐയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ എന്താ? മയോപ്പിയെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യം അറിയേണ്ട കാര്യം മയോപ്പിയ എന്ന് പറഞ്ഞ എന്താ? ആർക്ക് പറയാം? മയോപ്പിയ എന്ന് പറഞ്ഞ എന്താ? പറയടേ, ആർക്കും അറിയാം മയോപ്പിയ വാക്കിന് അർത്ഥം എന്താണ്? മയോപ്പിയ ഷോർട്ട് സൈറ്റ് അല്ലേ? മയോപ്പിയ എന്ന് പറയുമ്പോൾ ഷോർട്ട് സൈറ്റിനെ വിളിക്കുന്ന പേരെന്താ?
ദ മയോപ്പിയ, ദ ഷോർട്ട് സൈഡിനെ വിളിക്കുന്ന പേരെന്താ? മയോപ്പിയ. ആലോചിക്കുക, ഒരു കാര്യം ആലോചിക്കുക. ദ ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ ആ കണ്ണിലേക്ക് വരുന്ന ഇമേജ് ദ റെറ്റിന ഓഫ് ദ ഫ്രണ്ടിലാണോ ഓർ ദ ബാക്കിലാണോ? ദ ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ ആ കണ്ണിലേക്ക് വരുന്ന ഇമേജ് ദ റെറ്റിനയുടെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ? ഫ്രണ്ടിൽ അല്ലേ? ആണോ? ആണോ? ആലോചിച്ച് പറയുക. പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കഴിഞ്ഞാൽ ഫസ്റ്റ് ഇമേജ് വരുന്നത് ഇൻ ദ ഫ്രണ്ട് ഓഫ് റെറ്റിന അല്ലേ? ഈ പറഞ്ഞ ഇമേജ് വരുന്നത് ഇൻ ദ ഫ്രണ്ട് ഓഫ് റെറ്റിന അല്ലേ? ദ റെറ്റിനയുടെ ഫ്രണ്ട് അല്ലേ? ആ ആ മറക്കരുത്, തെറ്റിക്കരുത്. അതാ അത് നിങ്ങൾ ഇവിടെ എന്തുകൊണ്ടേ പറഞ്ഞു. നിങ്ങൾ എന്റെ അടുത്ത് ഒരു കാര്യം തെറ്റായിട്ട് പറയുമ്പോൾ ഞാൻ ശരിയാക്കി പറഞ്ഞുതരും. ഇത് മയോപ്പി എന്ന് പറയുമ്പോൾ ദ ഷോർട്ട് സൈറ്റ് എന്ന് പറയുമ്പോൾ ഇമേജ് എവിടെ നിന്ന് വീഴും? ഈ പറഞ്ഞ ഇമേജ് എവിടെ നിന്ന് വീഴും? ഇൻ ദ ഫ്രണ്ട് ഓഫ് റെറ്റിനയുടെ ഫ്രണ്ടിൽ നിന്ന് വീഴും അല്ലേ? അതിന് കറക്ഷന് വേണ്ടി നമ്മൾ എപ്പോഴും കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ കറക്ഷന് വേണ്ടി നമ്മൾ എപ്പോഴും കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. മയോപ്പിയുടെ കറക്ഷന് വേണ്ടിയാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. മയോപ്പിയുടെ കറക്ഷന് വേണ്ടിയിട്ട് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. ഇത് മയോപ്പിയുടെ ആൻസർ കിട്ടി, ഇത് മയോപ്പിയുടെ ആൻസർ കിട്ടി. നമ്മൾ ആർക്കാ ദ കോൺവെക്സ് ആർക്ക് ഉപയോഗിക്കും? അടുത്ത ചോദ്യം വേണ്ടി ദ കോൺവെക്സ് ആർക്ക് ഉപയോഗിക്കും? ഇനി ഇത് കോൺവെക്സ് ആർ ഉപയോഗിക്കുക. ദ കോൺവെക്സ് ദ ലോങ് സൈറ്റ് അല്ലേ? ദ ലോങ് സൈറ്റ് അല്ലേ? ദ ലോങ് സൈറ്റ്. വീണ്ടും ചോദ്യമുണ്ട്. ദ ലോങ് സൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ദ ലോങ് സൈഡിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ആരെങ്കിലും ഹൈപ്പർ മെട്രോപ്പിയ ഉണ്ടോ? ദ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് വാക്കിട്ടുണ്ടോ? ഹൈപ്പർ മെട്രോപ്പിയ. സോ ദ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുമ്പോൾ എന്ത് വിളിക്കാം? ദ ലോങ് സൈറ്റ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുമ്പോൾ ദ ലോങ് സൈറ്റ് ആണ്. അവിടെയാണ് ഈ പറഞ്ഞ ഇമേജ് വന്ന് ദ റെറ്റിനയുടെ ബിഹേവിയറിലോട്ട് പോകുന്നത്. അതായത് ഇമേജ് വന്ന് റെറ്റിനയുടെ ബാക്ക് സൈഡിൽ വീഴുമല്ലേ? ഇമേജ് വന്ന് ദ റെറ്റിനയുടെ ബാക്ക് സൈഡിൽ വീഴുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? കോൺവെക്സ് ലെൻസ് അല്ലേ? അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇടയ്ക്കിടെ കോൺവെക്സ് അല്ലേ? കോൺവെക്സ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു. ആ ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കുന്നു. ഇത് മയോപ്പിയ കറക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? ഇത് മയോപ്പിയ കറക്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? ചോദ്യം വരും. നമ്മുടെ ഇത് ഐ എന്ന ക്വസ്റ്റ്യൻ അവിടെ എപ്പോഴും ഉറപ്പായി ചോദ്യം പെടുന്ന ഏരിയയാണ്. എല്ലാരും പറയണം. ഇപ്പൊ ഗ്രൂപ്പിനകത്തുള്ള എല്ലാവരും പറയണം. എല്ലാരും പറയണം. ദ കോൺകേവ്. ഇത് മയോപ്പിക്ക് ആണെങ്കിൽ ദ കോൺകേവ്. ആൻഡ് ഹൈപ്പർ മെട്രോപ്പിക്ക് കോൺവെക്സ്. ഇനി ഒരു ചോദ്യമുണ്ട്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. ദ നോർമൽ വിഷനെ വിളിക്കുന്ന പേരെന്താ? ദ നോർമൽ വിഷനെ വിളിക്കുന്ന പേരെന്താ? ചോദ്യം ചോദിക്കും. ദ നോർമൽ വിഷനെ വിളിക്കുന്ന പേരെന്താ? എമിട്രോപ്പി എന്നാണോ? ദ നോർമൽ വിഷനെ വിളിക്കുന്ന പേരെന്താ? ദ നോർമൽ വിഷനെ വിളിക്കുന്ന പേര് എമിട്രോപ്പി അല്ലേ? എമിട്രോപ്പി മറക്കരുത്. ദ നോർമൽ വിഷനെ വിളിക്കുന്ന പേര് എമിട്രോപ്പി എന്ന് വിളിക്കാം. സോ ഞാൻ ഇവിടെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. ദ മയോപ്പി എന്ന് പറഞ്ഞാൽ ദ ഷോർട്ട് സൈറ്റ് അല്ലെ? ദ ഷോർട്ട് സൈറ്റ് ആണല്ലോ. ഇത് മയോപ്പി എന്ന് പറഞ്ഞാൽ ദ ഷോർട്ട് സൈറ്റ്. അത് കറക്ഷൻ ചെയ്യാൻ വേണ്ടി ദ കോൺകേവ് ഉപയോഗിക്കുക അല്ലെ? അത് കറക്ഷൻ ചെയ്യാൻ വേണ്ടി ദ കോൺകേവ് ഉപയോഗിക്കുക. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഹൈപ്പർ മെട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോങ് സൈറ്റ് അല്ലേ? ദ ലോങ് സൈറ്റ് അല്ലേ? പറയണേ ദ ലോങ് സൈറ്റ്. അത് കറക്ഷൻ ചെയ്യാൻ വേണ്ടി എന്ത് ലെൻസ് ഉപയോഗിക്കാം? ദ കോൺവെക്സ് ഉപയോഗിക്കാം. അത് കറക്ഷൻ ചെയ്യാൻ വേണ്ടി ദ കോൺവെക്സ് ഉപയോഗിക്കാം. അവസാനമായിട്ട് ദ തേർഡ് ക്വസ്റ്റ്യൻ, എമിട്രോപ്പി എന്ന് പറഞ്ഞാൽ ദ നോർമൽ വിഷൻ. ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഏതായ? ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ഏറെ ക്ലിയർ ആയി. ഇനിയുണ്ട്, കഴിഞ്ഞില്ല. ഇത് മയോപ്പി പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാം പറഞ്ഞല്ലോ.
അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ക്വസ്റ്റ്യൻ കണ്ടോണ്ടായിരിക്കും, എല്ലാവരും കണ്ടുള്ള ചോദ്യമാണ്. അസ്റ്റിഗ്മാറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ? സംഭവം എന്താ? അസ്റ്റിഗ്മാറ്റിസം 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 ഇസ് അൺഈവൻ കർവേച്ചർ ഓഫ് ദ ലെൻസ് ആണോ? അൺഈവൻ കർവേച്ചർ ഓഫ് ലെൻസിനെ വിളിക്കുന്ന പേര്, നമ്മുടെ കണ്ണിലുള്ള അൺഈവൻ കർവേച്ചർ ഉള്ള വിളിക്കുന്ന പേരെന്താണ്? നമ്മുടെ ലെൻസിനുള്ള അൺഈവൻ കർവേച്ചറിനെ വിളിക്കുന്ന പേരെന്താ? ആസ്റ്റിഗ്മാറ്റിസം. അവിടെ എങ്ങനെ വരുമ്പോൾ അപ്പുറം ഇമേജ് എവിടെ നിന്ന് വീഴും? അവിടെ എങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഇമേജ് എവിടെ നിന്ന് വീഴും? ദ പ്ലെയിൻസ് ഓഫ് ദ ലെൻസ് അല്ലേ? ശരിയല്ലേ? 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 ഈ പറഞ്ഞ ലെൻസിന്റെ പല ഭാഗത്ത് നിന്ന് വീഴത്തല്ലേ? അവിടെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. അസ്റ്റിഗ്മാറ്റിസം കറക്ഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെൻസിന്റെ പേരെന്താ? ഇത് കോൺകേവ് ആണോ, കോൺവെക്സ് ആണോ, സിലിണ്ടറിക്കൽ ആണോ? ചോദ്യം ഉണ്ടായിരിക്കും. സിലിണ്ടറിക്കൽ ലെൻസ് അല്ലേ? ദ സിലിണ്ടറിക്കൽ ലെൻസ് എവിടെ ഉപയോഗിക്കും? ദ സിലിണ്ടറിക്കൽ ലെൻസ് എവിടെ ഉപയോഗിക്കും? ആസ്റ്റിഗ്മാറ്റിസം. ഞാൻ ഉറപ്പ് പറയുന്നു, ഈ പറഞ്ഞ ഇത് ഐ എന്നൊരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഈ 3 ക്വസ്റ്റ്യൻ എപ്പോഴും മാറി മറിഞ്ഞ് കണ്ടിട്ടുണ്ടോ? ഇത് കോൺകേവിനെ കുറിച്ചും ആൻഡ് ദ കോൺവെക്സിനെ കുറിച്ചും ആൻഡ് ദ സിലിണ്ടറിക്കലിനെ കുറിച്ചും ഈ 3 ലെൻസിനെ പറ്റി പല പ്രാവശ്യം പല എക്സാമിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു കാണുന്ന ചോദ്യമാണ്. ഇപ്പൊ പഠിച്ചോ? എല്ലാരും പഠിച്ചോ? പഠിച്ചു. പറഞ്ഞേ അൺഈവൻ ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് ഈസ് കാൾഡ് as എന്ത് വിളിക്കാം? അൺഈവൻ ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് ഈസ് കാൾഡ് as ആസ്റ്റിഗ്മാറ്റിസം. ആസ്റ്റിഗ്മാറ്റിസം എന്ന് വിളിക്കാം. അവിടെയാണെങ്കിൽ ഇപ്പൊ ഇമേജ് വന്ന് ലെൻസിന്റെ പല ഭാഗത്ത് ചിന്നിച്ചിതറി വീഴുമല്ലേ? അത് കറക്റ്റും ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ദ ലെൻസ് ഏതാ? സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ചാൽ മതി. സിലിണ്ടറിക്കൽ ലെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി ദ ഹൈപ്പർ മെട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോങ് സൈറ്റ് ആണ്. ഈ പറഞ്ഞ ഇമേജ് വന്ന് ദ റെറ്റിനയുടെ ബിഹൈൻഡിൽ ഏറ്റവും ദ ബാക്ക് സൈഡിൽ ഒന്ന് വീഴും. അത് കറക്ഷൻ ചെയ്യാൻ വേണ്ടി എന്ത് കൊടുക്കാം? ദ കോൺവെക്സ് ലെൻസ് കൊടുക്കാം. ആൻഡ് ദ മയോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഷോർട്ട് സൈറ്റ് ആണ്. ഇമേജ് വന്ന് ദ റെറ്റിനയുടെ ഫ്രണ്ടിൽ വന്ന് വീഴും. അത് കറക്ഷൻ ചെയ്യാൻ വേണ്ടി ദ കോൺകേവ് ലെൻസ് ഉപയോഗിക്കാം. ആൻഡ് നോർമൽ വിഷനെ വിളിക്കുന്ന പേര് എമിട്രോപ്പിയ അല്ലെ? എമിട്രോപ്പിയ. ക്ലിയർ? 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 എമിട്രോപ്പിയ. ഇനി പറയണമെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇത് പ്രസ് ബയോപ്പി ഇടുന്നുണ്ടോ? ഇത് പ്രസ് ബയോപ്പിയ ഇടുന്നുണ്ട്. പ്രസ് ബയോപ്പിയ സംഭവം എന്താ? പ്രായം കൂടി നല്ല ഓൾഡ് ഏജിൽ വരുന്ന അസുഖമാണോ പ്രസ് ബയോപ്പിയ? പ്രായം കൂടി നല്ല ഓൾഡ് ഏജിൽ വരുന്നതല്ലേ? എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? പ്രസ് ബയോപ്പിയ വരാൻ കാരണം എന്താ? ഈ പറഞ്ഞ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ടാണോ? ചോദ്യം ഉണ്ടായിരുന്നു. ആണോ? ഈ പറഞ്ഞ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നുണ്ടല്ലേ? അല്ലേ? അങ്ങനെ നഷ്ടപ്പെടുമ്പോൾ പതിയെ ഈ കണ്ണുകൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പതിയെ എന്താണ് ഈ പറഞ്ഞ കണ്ണുകൾക്ക് കൃത്യം ഫോക്കസ് ചെയ്യാനും പറ്റത്തില്ല. ആ അസുഖത്തെ വിളിക്കുന്ന പ്രസ് ബയോപ്പി എന്ന് വിളിക്കാം. മറക്കരുത്, ഇറ്റ്സ് ഓൾഡ് ഏജിലാണ് ഉണ്ടാവുന്നത്. ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോലെ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോകും. പതിയെ ഇത് ഫോക്കസ് നഷ്ടപ്പെട്ടു പോകും. സോ ദ പ്രസ് ബയോപ്പി കിട്ടിയോ? പ്രസ് ബയോപ്പി കിട്ടിയോ? പറ. ഈ 2 ചോദ്യം കൂടെ ഉണ്ട്. 2 അല്ല, കുറച്ച് ചോദ്യം പറഞ്ഞു കേട്ടെ. ചോദ്യം പറഞ്ഞു കേട്ടെ. എവിടെ ആൾക്കാരെവിടെ? ഇസ് ദ കളർ വിഷൻ നോക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ? കളർ വിഷൻ ആണെങ്കിൽ സ്ഥിരം കേൾക്കുന്ന പേരാണ്. സ്നെല്ലൻ ചാർട്ട് ആണോ ഓർ ഇഷിഗാര ടെസ്റ്റ് ആണോ? സ്നെല്ലൻ ചാർട്ട് ആണോ ഓർ ഇഷിഗാര ആണോ? ഏതാടെ? ഇത് കളർ വിഷൻ നോക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാ? കളർ വിഷൻ ഇഷിഗാര ടെസ്റ്റ് അല്ലേ? കളർ വിഷൻ ആണെങ്കിൽ ഇഷിഗാര ടെസ്റ്റ് ആണ്. കളർ വിഷൻ നോക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ?
ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇത് കളർ വിഷൻ ആണെങ്കിൽ ഇഷികാര. സാധാ വിഷൻ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കും? ഇവിടെ സാധാ വിഷൻ ആണെങ്കിൽ എന്ത് ഉപയോഗിക്കും? സ്നെല്ലൻ ചാർട്ട് അല്ലേ? എല്ലാ ഹോസ്പിറ്റലും ഉണ്ടായിരിക്കും സ്നെല്ലൻ ചാർട്ട്. സാധാ വിഷൻ ആണെങ്കിൽ സ്നെല്ലൻ ചാർട്ട് ഉപയോഗിക്കും. സ്നെല്ലൻ ചാർട്ട്. സോ മറക്കരുത്, ഇത് കളർ വിഷൻ ആണെങ്കിൽ ഇഷികാര ടെസ്റ്റ്, ആൻഡ് സാധാ വിഷൻ ആണെങ്കിൽ സ്നെല്ലൻ ചാർട്ട്. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും ഈ ഗോണിയോസ്കോപ്പി ഇടുന്നുണ്ടോ? എവിടെയെങ്കിലും ഗോണിയോസ്കോപ്പി എന്തിനാടെ? അതെവിടെ യൂസ് ചെയ്യും? അതെന്തിനു യൂസ് ചെയ്യും? ഈ പറഞ്ഞ കണ്ണിന്റെ എവിടെ ആന്റീരിയർ ചേംബർ ആണോ അവിടുത്തെ പോസ്റ്റീരിയർ ചേംബർ ആണോ? ആന്റീരിയർ ചേംബർ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണോ അവിടുത്തെ പോസ്റ്റീരിയർ ചേംബർ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ എല്ലാവരും ഇത് ഗോണിയോസ്കോപ്പി ഉപയോഗിക്കുന്നത്? ആന്റീരിയർ ചേംബറിന്റെ വിഷ്വലൈസിന് വേണ്ടി അല്ലേ? ആന്റീരിയർ ചേംബറിന്റെ വിഷ്വലൈസേഷന് വേണ്ടി അവിടെ എന്ത് യൂസ് ചെയ്യും? ഗോണിയോസ്കോപ്പി. മറക്കൽ ചോദ്യം വരും. എന്താണ് ആന്റീരിയർ ചേംബറിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഗോണിയോസ്കോപ്പി ഉപയോഗിക്കുന്നു. അപ്പോൾ ദ പോസ്റ്റീരിയർ ചേംബർ ഇത് ഉപയോഗിക്കും. പറഞ്ഞ പോസ്റ്റീരിയർ ചേംബർ ഉപയോഗിക്കും. പോസ്റ്റീരിയർ ആണെങ്കിൽ ഇസ് ഒഫ്താൽമോസ്കോപ്പി ഇടണ്ടോ? ഒഫ്താൽമോസ്കോപ്പി ആരെങ്കിലും എവിടെയെങ്കിലും ഇടണ്ട്. സോ പോസ്റ്റീരിയർ ചേംബർ ആണെങ്കിൽ ഒഫ്താൽമോസ്കോപ്പി ഉപയോഗിക്കും. മറക്കരുത്, ആന്റീരിയർ ചേംബർ ആണെങ്കിൽ ഗോണിയോമീറ്റർ അല്ലേ? ആന്റീരിയർ ചേംബർ ആണെങ്കിൽ ഇത് ഗോണിയോസ്കോപ്പി. ആന്റീരിയർ ചേംബർ ആണെങ്കിൽ ഗോണിയോസ്കോപ്പിയും, ആൻഡ് പോസ്റ്റീരിയർ ചേംബർ ആണെങ്കിൽ എന്താ? ഒഫ്താൽമോസ്കോപ്പി. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയി? കിട്ടിയോ? എല്ലാം കിട്ടിയോ? കിട്ടി. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും ദ ടോണോമീറ്റർ ഇട്ടുണ്ടോ? എവിടെയെങ്കിലും ദ ടോണോമീറ്റർ ഉണ്ട്. സംഭവം എന്താണ്? എന്തിനു വേണ്ടി നമ്മൾ ദ ടോണോമീറ്റർ ഉപയോഗിക്കുന്നത്? ഇൻട്രാ ഓക്കുലർ പ്രഷർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയില്ലേ? ഇൻട്രാ ഓക്കുലർ പ്രഷർ അല്ലേ? IOP മെഷർ ചെയ്യാൻ വേണ്ടിയില്ലേ ദ ടോണോമീറ്റർ യൂസ് ചെയ്യുന്നത്? IOP മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ദ ടോണോമീറ്റർ യൂസ് ചെയ്യുന്നത്. യെസ്, IOP. ഇനി എവിടെയെങ്കിലും പോളിമെട്രി ഉണ്ടോ? പോളിമെട്രി കേട്ടോ? ദ ഫീൽഡ് ഓഫ് വിഷൻ മെഷർമെന്റ് അല്ലേ? ദ ഫീൽഡ് ഓഫ് ദ വിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി എന്ത് യൂസ് ചെയ്യാം? ദ ഫീൽഡ് ഓഫ് ദ വിഷൻ അത് മെഷർ എന്ത് യൂസ് ചെയ്യാം? പോളിമെട്രി. ദ ഫീൽഡ് ഓഫ് ദ വിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി ഇത് പോളിമെട്രിയും യൂസ് ചെയ്യാം. ഇത്രയും കിട്ടിയോടെ? ആലോചിച്ച് നോക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഏതാ? ഇത് മയോപ്പിയിൽ തുടങ്ങിയല്ലേ? മയോപ്പിയിൽ തുടങ്ങി നമ്മൾ എങ്ങോട്ടൊക്കെ പോയി? ആരും കണ്ടോ? ഇത് മയോപ്പിയിൽ തുടങ്ങി എങ്ങോട്ടൊക്കെ പോയി? ഇതുപോലെ കഴിഞ്ഞൊരു 10 വർഷത്തെ കേരള PCയും ആൻഡ് ഇന്ത്യയിലുള്ള എല്ലാ എക്സാംസും നോക്കുകയും തിയറിയും കൂടെ നോക്കുമ്പോൾ കറക്റ്റ് ഒരു 90+ ക്വസ്റ്റ്യൻ കിട്ടിക്കൂടെ? ഇനി വരാൻ പോകുന്ന എക്സാമിന് കറക്റ്റ് ഒരു 90+ ക്വസ്റ്റ്യൻ കിട്ടിക്കൂടെ? കിട്ടൂല്ലേ? ഉറപ്പുറേ കിട്ടിക്കൂടെ? അതുകൂടാതെ ഇവിടെ ഞാൻ തന്നെ തരുന്ന ക്വസ്റ്റ്യൻ സെറ്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ കഴിഞ്ഞ DHSനുള്ള ആൾക്കാർക്ക് അറിയാം. ഞാൻ തന്നെ തരുന്ന ഒരു 100 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ആരൊക്കെ എൻ്റെ പഴയ DHS ആൾക്കാർ ഉണ്ടോ? പഴയ DHS ആർക്കുള്ള അറിയായിരിക്കും. കറക്റ്റ് ഒരു 100 സെറ്റ് ക്വസ്റ്റ്യൻ കൂടെ തരും. അതും കൂടെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് മനസ്സിലാവും. ഇനി ഇതേ ഐയിൽ നിന്ന് ക്വസ്റ്റ്യൻ വേറെ ഉണ്ട്. പേപ്പർ ഐയിൽ നിന്നും ആരെങ്കിലും എവിടെയെങ്കിലും ദ പിങ്ക് ഐ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും എവിടെയെങ്കിലും ഇത് ഐയിൽ ദ പിങ്ക് ഐ കേട്ടിട്ടുണ്ടോ? പിങ്ക് ഐ ആരെയാണ് ദ പിങ്ക് ഐ എന്ന് വിളിക്കുന്നത്? നമ്മൾ ആരെയാണ് ദ പിങ്ക് ഐ എന്ന് വിളിക്കുന്ന? ആരെയാ? ഇത് കൺജക്ടിവൈറ്റിസ് ആണോ? ദ പിങ്ക് ഐ എന്ന് വിളിക്കുന്ന ആരെയാ? ഇത് കൺജക്ടിവൈറ്റിസ് അല്ലേ? ഇത് പിങ്ക് ഐ എന്ന് വിളിക്കുന്ന ആരെയാ? ഇത് കൺജക്ടിവൈറ്റിസ്. ഇനി ആരെയാ ദ പിങ്ക് പഫേഴ്സ് എന്ന് വിളിക്കുന്ന? അറിയാ? റെസ്പിറേറ്ററിയിൽ പഠിക്കും. ആരെയാ ദ പിങ്ക് പഫേഴ്സ് എന്ന് വിളിക്കുന്നത്? പറയടേ, കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാ ആ ഒരു പേര്. ദ പിങ്ക് ഐ ആണെങ്കിൽ കൺജക്ടിവൈറ്റിസ്.
ആൻഡ് ദ പിങ്ക് പഫേഴ്സ് ആണെങ്കിൽ ആരാ? എംഫൈസീമയാണോ? ദ പിങ്ക് പഫേഴ്സ്, പിങ്ക് പഫേഴ്സ്, പഫേഴ്സ് ആരാടെ? എംഫൈസീമ ആണ്. ഓർമ്മയുണ്ട് ഇറങ്ങിയെങ്കിലും. യെസ്, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയി. ഇനി ഇനി ഇപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സുന്ദരമായ ഈ പറഞ്ഞ കണ്ണുകൾ, സുന്ദരമായ എല്ലാവരുടെയും കണ്ണുകൾ ഇത് ബ്ലിങ്കിങ്ങിന് സഹായിക്കുന്ന നെർവിന്റെ പേരതാ. എല്ലാവരുടെയും കണ്ണുകൾ ഇത് ബ്ലിങ്കിങ് റെസ്പോൺസിന് സഹായിക്കുന്ന നെർവിന്റെ പേരതാ. ട്രൈജിമൽ നെർവ് അല്ലേ? ആണോ അല്ലയോ? എല്ലാവരുടെയും ബ്ലിങ്കിങ് റെസ്പോൺസ് സഹായിക്കുന്ന നെർവിന്റെ പേര് ചോദിച്ചാൽ ട്രൈജിമൽ നെർവാണ്. മറക്കരുത്. ബ്ലിങ്കിങ് റെസ്പോൺസ് സഹായിക്കുന്ന നെർവ് ചോദിച്ചു കഴിഞ്ഞാൽ ട്രൈജിമൽ ലെൻസ് ആണ്, എന്താണ്, നെർവാണ് സഹായിക്കുന്നത്. യെസ്. ഇനി ആരെയാണ് ഒപ്പേസിറ്റി ഓഫ് ദ ലെൻസ് അറിയപ്പെടുന്നത്? കാറ്ററാക്ട് ആണോ ഓർ ഗ്ലോക്കോമയാണോ? ആരെയാണ് നമ്മൾ ഒപ്പേസിറ്റി ഓഫ് ദ ലെൻസ് എന്നറിയപ്പെടുന്ന ആരെയാ? പറയണം, എല്ലാരും പറയും. എനിക്ക് എല്ലാവരും പേരറിയാം. കാറ്ററാക്ട് അല്ലേ? ആരെയാണ് നമ്മൾ ഒപ്പേസിറ്റി ഓഫ് ദ ലെൻസ് അറിയപ്പെടുന്നത്? കാറ്ററാക്ടിനെയാണ്. അതേ കാറ്ററാക്ടിന് ഈ പറഞ്ഞ മാനേജിന്റെ പേരെന്താ? അതേ കാറ്ററാക്ടിന് മാനേജ്മെന്റ് ഉണ്ട്. കുറെ അൾട്രാ സോണിക് വേവ്സിനെ കടത്തിക്കൊണ്ട് ലെൻസിന് പതിയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു സംഭവം ഉണ്ട്. ആരും എടുക്കാറുണ്ടോ? ആരും എവിടെയെങ്കിലും? ഫാക്കോ എമൾസിഫിക്കേഷൻ ആണോ? കേട്ടിട്ടുണ്ടോ? ഫാക്കോ എമൾസിഫിക്കേഷൻ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? എമൾസിഫിക്കേഷൻ ഉണ്ട്. അതെന്താ? കാറ്ററാക്ട് ഉള്ള ആൾക്കാരിൽ അൾട്രാസോണിക് വേവ്സ് കടത്തി വിട്ടുകൊണ്ട് ലെൻസിനെ ബ്രേക്ക് ചെയ്യുന്നു. ശേഷം ആസ്പിരേറ്റ് പുറത്തെടുക്കും. വിളിക്കുന്ന പേര് ഫീക്കോ എമൾസിഫിക്കേഷൻ. മറക്കരുത്, ചോദിക്കും. യെസ്, ക്ലിയർ? ഇനി അടുത്തൊരു കാര്യമുണ്ട്. എല്ലാവരും കാറ്ററാക്ടിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട 1, 2, 3 കാര്യം പറയും. അതായത് കണ്ടീഷൻ പറയണം. ഞാൻ ഇവിടെ 1, 2, 3 കാര്യം പറയാൻ. കണ്ടീഷൻ ഏത് പറയണം? ഫസ്റ്റ് ഒരാൾക്ക് ഈ പറഞ്ഞ ഫസ്റ്റ് IOP കൂടും. ഈ പറഞ്ഞ ഒപ്റ്റിക് നെർവ് എന്ത് ചെയ്യും? അട്രോപ്പി ആവും. ആൻഡ് ലാസ്റ്റ് വിഷൻ ലോസ് വരെയാണ്. കണ്ടീഷൻ ഏതായിരിക്കും? ഫസ്റ്റ് ആയിട്ട് IOP കൂടും. ആൻഡ് ഒപ്റ്റിക് നെർവ് അട്രോപ്പി ചുരുങ്ങിപ്പോവും. അവസാനം വിഷൻ ലോസ് വന്നാൽ കണ്ടീഷൻ ഏതാ? ആർക്ക് പറയാം? ഇത് ഗ്ലോക്കോമയാണോ? ചോദ്യം വരും. ഫസ്റ്റ് ഈ പറഞ്ഞ പേഷ്യന്റ് IOP നല്ല കൂടും. ശേഷം ഒപ്റ്റിക് നെർവിന് അട്രോപ്പി സംഭവിച്ചുകൊണ്ട് വിഷൻ ലോസ് വരികയാണെങ്കിൽ ഗ്ലോക്കോമ എന്ന് വിളിക്കാം. സോ എല്ലാവർക്കും ഗ്ലോക്കോമ ക്ലിയർ ആയി. ആൻഡ് കാറ്ററാക്ട് ക്ലിയർ ആയി. ക്ലിയർ. സോ ഇത് കളർ വിഷൻ നോക്കാൻ നോക്കുന്ന ടെസ്റ്റ് ചെയ്താ? കളർ വിഷൻ നോക്കാൻ നോക്കുന്ന ടെസ്റ്റ് ചെയ്താ? ഇഷികാര. ഇനി സാധാ വിഷൻ ആണെങ്കിൽ സ്നെല്ലൻ. ആൻഡ് ആന്റിയർ വിഷൻ നോക്കാൻ ആന്റിയർ ചേംബർ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഗോണിയോസ്കോപ്പി. ആൻഡ് പോസ്റ്റീരിയർ ചേംബർ ആണെങ്കിൽ ഒഫ്താൽമോസ്കോപ്പി. ആൻഡ് ഇൻട്രാഓക്കുലർ പ്രഷർ നോക്കാൻ ഉപയോഗിക്കുന്നത് ടോണോമീറ്റർ. ആൻഡ് ഫീൽഡ് ഓഫ് വിഷൻ നോക്കാൻ ഉപയോഗിക്കുന്നത് പോളിമെട്രി. ഓർമ്മയുണ്ടോ? ആൻഡ് നോർമൽ വിഷനെ വിളിക്കുന്ന പേര് എമിട്രോപ്പിയ. ആൻഡ് ഷോർട്ട് സൈഡിനെ വിളിക്കുന്ന പേര് മയോപ്പിയ. അവിടെ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ കോൺകേവ് ലെൻസ്. ആൻഡ് ലോങ് സൈഡിനെ വിളിക്കുന്ന പേര് ഹൈപ്പർമെട്രോപ്പിയ. അവിടെ ഉപയോഗിക്കുന്ന ലെൻസിന്റെ പേര് കോൺവെക്സ് ലെൻസ്. ആൻഡ് അൺഈവൻ കർവേച്ചർ ഓഫ് ദ ലെൻസ് ഈസ് കാൾഡ് ആസ് ആസ്റ്റിഗ്മാറ്റിസം. അവിടെ ഉപയോഗിക്കുന്ന ലെൻസിന്റെ പേര് സിലിണ്ടറിക്കൽ ലെൻസ്.
ആൻഡ് ദ പ്രസ് ബയോപ്പി എന്ന് പറയുമ്പോൾ നല്ല പ്രായം ചെല്ലുന്ന ആൾക്കാരിലാണ് ഉണ്ടാവുന്നത്. ഫോക്കസ് നഷ്ടപ്പെടുന്നു, ദ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്ന കണ്ടീഷനാണ് പ്രസ് ബയോപ്പിയ എങ്ങും പറയുന്നത്. ക്ലിയർ ഫോർ ആൾ? ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എല്ലാവർക്കും? യെസ്, എല്ലാം പറഞ്ഞു. ക്ലിയർ ആയി, ക്ലിയർ ആയി. ഇതെങ്ങനെ പഠിക്കും? ആർക്കെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇടുന്നുണ്ടോ? ആർക്കെങ്കിലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇടുന്നുണ്ടോ? സാറ്റിസ്ഫാക്ഷൻ, ഞാൻ എല്ലാം പഠിക്കുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് തന്നെ കിട്ടുന്നുണ്ടോ? അറിയില്ലേ? അല്ലാതെ നിങ്ങൾ പലയിടത്ത് നോക്കുക, നിങ്ങൾ ഈ പറഞ്ഞ എവിടെ വേണമെങ്കിൽ അടിച്ചു നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അവർ ഈ പറഞ്ഞ ആൻസർ മാത്രമല്ലേ പറഞ്ഞു പോകുന്നത്. ഇത്രയും വർഷങ്ങൾ പലയിടത്തും കണ്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ അവർ ഈ പറഞ്ഞ ആൻസർ പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പോകും. ഇതാണ് ആൻസർ, ഇതാണ് അടുത്ത ആൻസർ, അടുത്ത ആൻസർ ഇതാണ്, മറ്റേത് അതാണ് പറഞ്ഞു പോകും. പക്ഷെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ പഠിക്കേണ്ടത് കേട്ടോ. സോ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച്. ദ ഡ്യൂറേഷൻ ഓഫ് പ്രഗ്നൻസീസ്. പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ എന്താ ഞാൻ പറയാതെ നിങ്ങൾ പല ആൾക്കാർക്കും അറിയാം. 250 ദിവസമല്ലേ, 280 ദിവസമല്ലേ, അതിനെ കുറിച്ച് വേറെ ഒന്നും അറിയാനില്ല. 250 ദിവസമാണ് എന്താണ് പ്രഗ്നൻസിയുടെ ഡ്യൂറേഷൻ. 280 ദിവസമാണ്, എല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. ദ റിപ്പനിങ് ഓഫ് ദ സർവീസ് ഈസ് അസസ്ഡ് ബൈ, അതേത് വഴിയാ? ദ ബിഷപ്പ് സ്കോർ വഴിയാണോ, ഓർ ദ പാർട്ടോഗ്രാഫ് വഴിയാണോ, ഓർ ദ അബ്ഗാർ സ്കോർ വഴിയാണോ, ഓർ ദ GCS വഴിയാണോ? അപ്പൊ പറയണം, എല്ലാവരും പറയണം. ദ ബിഷപ്പ് സ്കോർ അല്ലേ? ദ റിപ്പനിങ് ഓഫ് ദ സർവീസ് നോക്കാൻ ഉപയോഗിക്കുന്നത് ദ ബിഷപ്പ് സ്കോർ അല്ലേ? അല്ലേ? ആണ്. ആൻഡ് ദ സെർവിക്കൽ എഫേസ്മെന്റ് നോക്കാൻ ഉപയോഗിക്കുന്ന ആരാ? ദ സെർവിക്കൽ. ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. ദ സെർവിക്കൽ എഫേസ്മെന്റ് അല്ലെങ്കിൽ ദ സെർവിക്കൽ റിപ്പനിങ് നോക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ബിഷപ്പ് സ്കോർ. ശരിക്കും പറഞ്ഞാൽ അങ്ങ് ദ ഷോർട്ട് ആവുന്നുണ്ടോ നോക്കാൻ വേണ്ടിയല്ലേ? അല്ലേ? ആണ്. എന്താണ് ദ ബിഷപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ? എന്താ? ആർക്കും പറയാം ബിഷപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ഒരു ലേബറിനെ മദർ അവിടെ റെഡിയാണോ നോക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണോ? പറയുക. ലേബറിനെ മദർ അവിടെ റെഡി ആണോ അല്ലയോ നോക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണോ? ദ ഫീമെയിൽ ഇൻ ദ ലേബറിന് അവിടെ റെഡി ആണോ അല്ലയോ നോക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ബിഷപ്പ് സ്കോർ ഉപയോഗിക്കുന്നത്. ശരിയാണ്. ഫീമെയിൽ എന്താണ്? മദർ അവിടെ എന്താണ്? ലേബറിന് അവിടെ റെഡി ആണോ അല്ലയോ നോക്കാൻ വേണ്ടി ബിഷപ്പ് സ്കോർ ഉപയോഗിക്കുന്നത്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ എങ്ങനെ അസസ് ചെയ്യും? സെർവിക്കൽ ഡയലേഷൻ വഴിയല്ലേ? അല്ലേ? പറ ചോദിക്കട്ടെ. സെർവിക്കൽ ഡയലേഷൻ നോക്കിക്കൊണ്ടല്ലേ നമ്മൾ ബിഷപ്പ് സ്കോർ നോക്കുന്നത് ആദ്യം? അല്ലേ? ആണ്. ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ആണോ, സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ ആണോ, ഓർ ദ തേർഡ് സ്റ്റേജ് ലേബർ ആണോ, ഫോർത്ത് ആണോ നമ്മളുടെ ബിഷപ്പ് സ്കോർ നോക്കുന്നത്? ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ ആണോ, സെക്കൻഡ് സ്റ്റേജ് ആണോ, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ലേബർ അല്ലേ? ഫസ്റ്റ് സ്റ്റേജിലാണ് സെർവിക്കൽ ഡയലേഷൻ അസസ് ചെയ്യുന്നത് അല്ലേ? ഫസ്റ്റ് സ്റ്റേജിലാണ് എപ്പോഴും സെർവിക്കൽ ഡയലേഷൻ അസസ് ചെയ്യുന്നത്. ഈ ബിഷപ്പ് സ്കോറിന് ടോട്ടൽ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ട്? അഞ്ച് പാരാമീറ്റർ അല്ലേ? 5 പാരാമീറ്റർ ഉണ്ട്. ഏതൊക്കെയാണ്? സെർവിക്കൽ ഡയലേഷൻ ഉണ്ട്, സെർവിക്കൽ എഫേസ്മെന്റ് ഉണ്ട്, സെർവിക്കൽ കൺസിസ്റ്റൻസി ഉണ്ട്, സെർവിക്കൽ പൊസിഷൻ ഉണ്ടോ? ഉണ്ട്. ആൻഡ് സ്റ്റേഷനും ഉണ്ടല്ലേ? സ്റ്റേഷനും കൂടെ ഏതൊക്കെയുണ്ട്? സെർവിക്കൽ ഡയലേഷൻ ഉണ്ട്, സെർവിക്കൽ എഫേസ്മെന്റ് അല്ലെങ്കിൽ സെർവിക്കൽ ലെങ്ത് എന്ന് വിളിക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെർവിക്കൽ എഫേസ്മെന്റ് എന്നോ സെർവിക്കൽ ലെങ്ത് എന്ന് കണ്ടാൽ സെയിം അല്ലേ? ആലോചിച്ച് നോക്കുക. സെർവിക്കൽ എഫേസ്മെന്റ് എന്നോ സെർവിക്കൽ ലെങ്ത് എന്നോ ചോദിച്ച രണ്ടും ഒന്നാണ്. സെർവിക്കൽ എഫേസ്മെന്റ് ആയാലും സെർവിക്കൽ ലെങ്തുമായി രണ്ടും ഒന്നാണ്. അത് നോക്കാൻ ഉപയോഗിക്കാറുണ്ട്. സെർവിക്കൽ ഡയലേഷൻ ഒരു പാരാമീറ്റർ ആണ്. ആൻഡ് സെർവിക്കൽ കൺസിസ്റ്റൻസി ഒരു പാരാമീറ്റർ ആണ്. സ്റ്റേഷനും ഒരു പാരാമീറ്റർ ആണ്. ക്ലിയർ?
പറയട്ടെ. സ്റ്റേഷൻ ദ സീറോ ആണ് എന്താണ് എന്റെ ചോദ്യം. ഇവിടെ നിന്ന് ഇതൊരു ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിന്ന് ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സ്റ്റേഷൻ ദ സീറോ ആണ് എന്തായിരിക്കും. സ്റ്റേഷൻ നോക്കുമ്പോൾ സീറോ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ബേബി ഇത് എൻഗേജ്മെന്റ് അല്ലേ? സ്റ്റേഷൻ സീറോ ആണെങ്കിൽ ബേബി എൻഗേജ്മെന്റ് അല്ലേ? സ്റ്റേഷൻ സീറോ ആണെങ്കിൽ ഇത് ബേബി എൻഗേജ്മെന്റ് അല്ലേ? എൻഗേജ്മെന്റ് ആണ്. സ്കോർ ഏറ്റവും മിനിമം സ്കോർ എത്രയായിരിക്കും? ഈ ബിഷപ്പ് സ്കോറിന്റെ ഏറ്റവും മിനിമം സ്കോർ എത്രയാ? സീറോ ആണോ? പറയട്ടെ. ചോദ്യം ഇതാണ്. ഇത് ബിഷപ്പ് സ്കോറിന്റെ ഏറ്റവും മിനിമം സ്കോർ, ബിഷപ്പ് സ്കോറിന്റെ മൊത്തത്തിലുള്ള മിനിമം സ്കോർ എത്രയാ? ചോദ്യം തെറ്റിക്കരുത്. എല്ലാവരും പറയും. ഈ ക്വസ്റ്റ്യൻ തെറ്റിപ്പോകുന്ന കാര്യമാണ്. an എക്സാമ്പിൾ ആണ് ഞാനിപ്പോ ഇത് ചോദിച്ചപ്പോൾ ആരോ ഫസ്റ്റ് തെറ്റിച്ച് പറഞ്ഞത്. ആർക്ക് പറയാം? ദ ബിഷപ്പ് സ്കോറിന്റെ ഏറ്റവും മിനിമം സ്കോർ സീറോ അല്ലേ? ദ ബിഷപ്പ് സ്കോറിന്റെ ഏറ്റവും മിനിമം സ്കോർ സീറോയും ഇത് മാക്സിമം എത്രയാ? 13 അല്ലെ? ദ മാക്സിമം 13ഉം ഏറ്റവും മിനിമം സീറോയും. ഏറ്റവും മാക്സിമം 13ഉം ഏറ്റവും മിനിമം സീറോ അല്ലേ? ദ മാക്സിമം സ്കോർ എത്രയാ? 13. ആൻഡ് ഏറ്റവും മിനിമം സ്കോർ എത്രയാ? 0. ഇനി ചോദ്യം വരുന്നത് ഇതിൽ നിന്നുള്ള ഏറ്റവും ഓരോ സിംഗിൾ കോമ്പോണന്റെയും എത്രയാ? ചോദ്യം വരാം. ഓരോ സിംഗിൾ കോമ്പോണന്റിലെ ഇത് എഫേസ്മെന്റ്, ഇത് കൺസിസ്റ്റൻസി ആൻഡ് പൊസിഷൻ, സ്റ്റേഷൻ ആൻഡ് ദ ഡയലേഷൻ എല്ലാം വരുമ്പോൾ ഇതിന്റെ ഓരോന്നിന്റെ സിംഗിൾ കോമ്പോണന്റ് ആണെങ്കിൽ സിംഗിൾ മാക്സിമം എത്രയാ? സിംഗിൾ മാക്സിമം ഇത് 3 ആണോ? ഇത് 3 അല്ലേ? ഓരോ സിംഗിൾ കോമ്പൗണ്ട് നോക്കുമ്പോൾ ദ ബിഷപ്പ് സ്കോറിന്റെ ഓരോ സിംഗിൾ കോമ്പൗണ്ട്, എക്സാമ്പിൾ ഇത് എഫേസ്മെന്റ് നോക്കിയാലും, സെർവിക്കൽ ലെങ്ത് നോക്കിയാലും, സെർവിക്കൽ കൺസിസ്റ്റൻസ് നോക്കിയാലും, സെർവിക്കൽ പൊസിഷൻ നോക്കിയാലും, സ്റ്റേഷൻ നോക്കിയാലും, സെർവിക്കൽ ഡയലേഷൻ നോക്കിയാലും, ഇവയുടെ എല്ലാവരുടെയും ഏറ്റവും മിനിമം സ്കോർ എത്രയാ? ഇപ്പൊ പറയണം. ഈ പറഞ്ഞവയുടെ എല്ലാവരുടെയും ഏറ്റവും മിനിമം സ്കോർ എത്രയാ? മിനിമം 0. ഏറ്റവും മിനിമം എത്രയാ? ഓരോ സിംഗിൾ കോമ്പൗണ്ടിന്റെയും ഏറ്റവും മിനിമം ചോദിച്ചാൽ 3ഉം ഓരോ സിംഗിൾ കോമ്പൗണ്ട് ഏറ്റവും മാക്സിമം ചോദിച്ചാൽ എത്ര 3 അല്ലെ? ഓരോ സിംഗിൾ കോമ്പൗണ്ടിന്റെയും ഏറ്റവും മിനിമം ചോദിച്ചാൽ 0യും ഓരോ സിംഗിൾ കോമ്പൗണ്ടിന്റെയും ഏറ്റവും മാക്സിമം ചോദിച്ചാൽ 3ഉമാണ്. ഇത് മറക്കോ? ചോദ്യം കൂടെ ചോദിക്കട്ടെ. ചോദ്യം ഇത് ബിഷപ്പ് സ്കോറിന്റെ ഇത് മാക്സിമം എത്രയാ? ഏറ്റവും മാക്സിമം. ചോദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ബിഷപ്പ് സ്കോറിന്റെ ദ മാക്സിമം സ്കോർ എത്രയാ? 13. ഇനി ഇതേ ബിഷപ്പ് സ്കോറിന്റെ ഇത് ഏറ്റവും മിനിമം സ്കോർ എത്രയാ? ഇത് മിനിമം 0. ഇനി ഓരോ ദ സിംഗിൾ കോമ്പൗണ്ടിന്റെയും ഏറ്റവും മാക്സിമം എത്രയാ? ഓരോ സിംഗിൾ കോമ്പൗണ്ടിന്റെ മാക്സിമം 3. ഓരോ സിംഗിൾ കോമ്പൗണ്ട് ഇത് മിനിമം എത്ര? മിനിമം 0. ഇവിടെ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. ക്ലിയർ? ക്ലിയർ? ഇതൊക്കെ OBE പഠിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ പഠിക്കും. അപ്പൊ ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയി പഠിക്കും കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിന്റെ അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താ സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പാർട്ടോഗ്രാഫ് എന്നതിനുള്ളടെ. ഇത് പാർട്ടോഗ്രാഫ് ആരാ കണ്ടുപിടിച്ചത്? ഇത് പാർട്ടോഗ്രാഫ് കണ്ടുപിടിച്ച ആളുടെ പേര്. ഫ്രീഡ്മാൻ ആണോ? പാർട്ടോഗ്രാഫ് കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? ഫ്രീഡ്മാൻ അല്ലേ? പാർട്ടോഗ്രാഫ് കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? ഫ്രീഡ്മാൻ ആണ് പാർട്ടോഗ്രാഫ് കണ്ടുപിടിച്ചത്. പണ്ട് കോളേജ് പഠിക്കുന്ന സമയം നോക്കിയിട്ടുണ്ടാണെങ്കിലും കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോസ്റ്റിംഗ് വിടുമ്പോൾ ഇത് ആരെങ്കിലും പാർട്ടോഗ്രാഫ് ഒക്കെ പോയി നോക്കിയിട്ടുണ്ടോ? ഉണ്ടോടെ? അടുത്ത പോസ്റ്റിംഗ് OBG പോസ്റ്റിങ്ങിന് പോകുന്ന സമയത്തൊക്കെ പണ്ട് തന്നെ ചോദിക്കുന്നത്, ഇപ്പോഴത്തെ അറിയില്ല. പണ്ട് നോക്കിയിട്ടുണ്ട്. സോ പാർട്ടോഗ്രാഫുമായി അവിടുത്തെ ചോദ്യം ഇത് മാത്രമേ ഉള്ളൂ. ആരാ കണ്ടുപിടിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ദ ഫ്രീഡ്മാൻ ആണ് പാർട്ടോഗ്രാഫ് കണ്ടുപിടിച്ചത്. ഫസ്റ്റ് ദ ബിഷപ്പ് സ്കോറുമായി. അടുത്ത ഏതാണ്? ഈ അബ്ഗാർ സ്കോർ നോക്കാമോ? അബ്ഗാർ സ്കോർ എന്താ? ആരാ കണ്ടുപിടിച്ച അബ്ഗാർ സ്കോർ? അബ്ഗാർ ആരാ കണ്ടുപിടിച്ചത്? ഇത് വിർജീനിയ ആണോ? ഇത് വിർജീനിയ അബ്ഗാർ ആണോ? ഇത് വിർജീനിയ അബ്ഗാർ ആണോ? അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ച ആളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വിർജീനിയ അബ്ഗാർ ആണ്. വർഷം ചോദിച്ചാൽ 1952. ഇത് വിർജീനിയ അബ്ഗാർ അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ചത് 1952 ടോട്ടൽ എത്ര പാരാമീറ്റർ ഉണ്ട്? ടോട്ടൽ എത്ര പാരാമീറ്റർ ഉണ്ട്? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ 5 ആണോ? 5 പാരാമീറ്റർ ഉണ്ടല്ലേ. ദ വിർജീനിയ അബ്ഗാർ സ്കോർ കണ്ടുപിടിച്ചപ്പോൾ ടോട്ടൽ 5 പാരാമീറ്റർ ഉണ്ട്. വർഷം ചോദിക്കുകയാണെങ്കിൽ 1952. ഇനി എപ്പോഴും നോക്കുന്നത് എന്തിനു വേണ്ടിയാ? ദ ഫീറ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയാണോ? ഫീറ്റസിന്റെ ദ വെൽബീയിങ് നോക്കുന്ന സ്കോറിംഗ് സിസ്റ്റം ആണോ? ഫീറ്റസിന്റെ ദ വെൽബീയിങ് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കോറിംഗ് സിസ്റ്റം ആണോ അബ്ഗാർ സ്കോർ? ആണല്ലേ, മറക്കരുത്. ഫീറ്റസിന്റെ വെൽബീയിങ് അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്കോറിംഗ് സിസ്റ്റം ആണ് അബ്ഗാർ സ്കോർ എന്ന് പറയുന്നത്. 5 പാരാമീറ്റർ ഉണ്ട്. കണ്ടുപിടിച്ച ആളുടെ പേരെന്താ? വിർജീനിയ അബ്ഗാർ എന്ന് വിളിക്കും. വർഷം ചോദിച്ചാൽ 1952. എപ്പൊ നോക്കൂടെ? ഏറ്റവും നോർമൽ ആയിട്ട് ഒരു കുട്ടി ജനിച്ച് ഫസ്റ്റ് 1 മിനിറ്റ് നോക്കത്തില്ലേ? ഏറ്റവും നോർമൽ ആയിട്ട് കുട്ടി ജനിച്ച് ഫസ്റ്റ് 1 മിനിറ്റ് ഫസ്റ്റ് എപ്പോഴും നോക്കും? ഏറ്റവും ആദ്യം ഫസ്റ്റ് 1 മിനിറ്റ് അല്ലേ? ആദ്യം ഫസ്റ്റ് 1 മിനിറ്റിലും പിന്നെ റീ അഷ്യൂർ ചെയ്യാൻ വേണ്ടി ആഫ്റ്റർ ദ 5 മിനിറ്റ് നോക്കാറുണ്ട്. ശരിയല്ലേ? അല്ലെ? കുട്ടി ജനിച്ച് ഫസ്റ്റ് മിനിറ്റിൽ നോക്കാറുണ്ട്, കുട്ടി ജനിച്ച് ഫസ്റ്റ് മിനിറ്റിൽ നോക്കാറുണ്ട്. ശേഷം റീ അഷ്യൂർ ചെയ്യാൻ വേണ്ടി, അത് ഉറപ്പിക്കാൻ വേണ്ടി 5ാമത്തെ മിനിറ്റിൽ നോക്കാറുണ്ട്. ഫസ്റ്റും സെക്കൻഡും ആയി. പിന്നെ തേർഡ് ടൈം നോക്കാറുണ്ടോ? നോക്കാറുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ദ തേർഡ് ടൈം ഇപ്പൊ നോക്കോടെ, 10ാം മിനിറ്റ് നിങ്ങൾ നോക്കത്തില്ലേ? നോക്കാറില്ലേ? അടുത്ത 10ാമത്തെ നിമിഷവും നോക്കാറില്ലേ? ഏറ്റവും ആദ്യം ദ ഫസ്റ്റ് മിനിറ്റ് നോക്കും. ഏറ്റവും ആദ്യം ഫസ്റ്റ് മിനിറ്റ് നോക്കും. സെക്കൻഡ് എപ്പ് നോക്കും. 5ാമത്തെ മിനിറ്റ് നോക്കും. ആൻഡ് തേർഡ് എപ്പ് നോക്കും. 10ാമത്തെ മിനിറ്റിലും അബ്ഗാർ സ്കോർ നോക്കാറുണ്ട്. മറക്കരുത്. 1, 5 ആൻഡ് 10 മിനിറ്റിൽ നോക്കാറുണ്ട്. ക്ലിയർ? ഇനി 5 പാരാമീറ്റർ എന്ന് പറഞ്ഞു. 5 പാരാമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? 5 പാരാമീറ്റർ എന്തൊക്കെ ഉണ്ട്? ആർക്ക് പറയാം? ഹാർട്ട് റേറ്റ് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, ആൻഡ് ദ മസിൽ ടോൺ ഉണ്ട്, ആൻഡ് ദ റിഫ്ലക്സ് ഉണ്ട്, സ്കിൻ കളർ ഉണ്ട് അല്ലെ? ഹാർട്ട് റേറ്റ് ഉണ്ട്, റെസ്പിറേഷൻ ഉണ്ട്, ആൻഡ് ദ മസിൽ ടോൺ ഉണ്ട്, ആൻഡ് ദ റിഫ്ലക്സ് ഉണ്ട്, സ്കിൻ കളറും ഉണ്ട്. ഈ 5 എണ്ണമാണ് ദ പാരാമീറ്റേഴ്സ് ഓഫ് അബ്ഗാർ സ്കോർ എന്ന് പറയുന്നത്. ഏതൊക്കെയാ? ദ ഹാർട്ട് റേറ്റ്, റെസ്പിറേഷൻ, ദ മസിൽ ടോൺ, ആൻഡ് ദ റിഫ്ലക്സ്, ആൻഡ് ദ സ്കിൻ കളർ. ഇവയൊക്കെയാണ് ദ പാരാമീറ്റേഴ്സ് ഓഫ് 5 പാരാമീറ്റേഴ്സ് ഓഫ് അബ്ഗാർ സ്കോർ എന്ന് പറയുന്നത്. ചോദിക്കട്ടെ. സ്കോർ ഈ പറഞ്ഞ ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ സ്കോർ ദ 0 ആണെങ്കിൽ എന്തായിരിക്കും? ഇപ്പൊ ഹാർട്ട് റേറ്റ് ഉണ്ടോ കുട്ടിക്ക്? സ്കോർ 0 കൊടുക്കണമെങ്കിൽ ഇപ്പൊ കുട്ടി ഹാർട്ട് റേറ്റ് ഉണ്ടായിരിക്കും? ഇല്ല, ആബ്സെന്റ് അല്ലേ? ഹാർട്ട് റേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ സ്കോർ 0. ആ ഹാർട്ട് റേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ സ്കോർ 0. ഇനി ഇതേ സ്കോർ ജസ്റ്റ് 1 കൊടുക്കുക എത്ര ആയിരിക്കും? സ്കോർ 1 കൊടുക്കണമെങ്കിൽ ഇതേ ഹാർട്ട് റേറ്റ് ലെസ് ദാൻ എത്ര വേണം? ലെസ് ദാൻ 100 അല്ലേ? ലെസ് ദാൻ 100 ആണെങ്കിൽ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ ലെസ് ദാൻ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ സ്കോർ 1 കൊടുക്കാം. ഇനി ഇതേ കുഴിയുടെ ഹാർട്ട് റേറ്റ് ഇസ് ദ മോർ ദാൻ ദ 100 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ സ്കോർ എത്ര കൊടുക്കാം? ഇറ്റ്സ് മോർ ദാൻ ദ 100 മുകളിലാണെങ്കിൽ എത്ര കൊടുക്കാം? 2 കൊടുക്കാം അല്ലേ? 100 മുകളിലാണെങ്കിൽ 2 കൊടുക്കാം. ഇനി ദ റെസ്പിറേഷൻ നോക്കുമ്പോൾ ദ റെസ്പിറേഷൻ ആബ്സെന്റ് ആണെങ്കിൽ സ്കോർ എത്ര?
റെസ്പിറേഷൻ ആബ്സെന്റ് ആണെങ്കിൽ സ്കോർ 0 അല്ലേ? ദ റെസ്പിറേഷൻ ആബ്സെന്റ് സ്കോർ 0. അതേ റെസ്പിറേഷൻ സ്ലോ ആണ്, അത് ഇറഗുലർ എത്ര? സ്ലോ ആണ് അത് ഇറഗുലർ ആണെങ്കിൽ, സ്ലോയും ഇറഗുലറും ആണെങ്കിൽ ഇത്ര 1 അല്ലേ? സ്ലോയും ഇറഗുലറും ആണെങ്കിൽ സ്കോർ 1. ഇനി ദ നോർമൽ റെസ്പിറേഷൻ ആണെങ്കിൽ എത്ര സ്കോർ? ദ നോർമൽ റെസ്പിറേഷൻ ആണെങ്കിൽ സ്കോർ എത്ര? 2. ഇനി ആൻഡ് ദ മസിൽ ടോൺ, ആൻഡ് ദ മസിൽ ടോൺ നോക്കുമ്പോൾ നല്ല ഫ്ലാസിഡ് ആണെങ്കിൽ എന്തായിരിക്കും? ദ മസിൽ ടോൺ, ഫ്ലാസിഡ് മസിൽ ടോൺ ആണെങ്കിൽ എത്രയായിരിക്കും സ്കോർ? ദ ഫ്ലാസിഡ് 0 അല്ലെ? 0 അല്ലേ? 0. ഇനി ഒരു ചെറിയ ഒരു ഫ്ലക്ഷൻ ഉണ്ട്. ദ മിനിമം ഫ്ലക്ഷൻ ആണെങ്കിലോ? ദ മിനിമം ഫ്ലക്ഷൻ ആണെങ്കിൽ 1 അല്ലേ? ദ മിനിമം ഫ്ലക്ഷൻ ആണെങ്കിൽ 1. ഈ നല്ല ദ ഗുഡ് ഫ്ലക്ഷൻ ആണെങ്കിലോ? നല്ല ദ ഗുഡ് ഫ്ലക്ഷൻ ആണെങ്കിൽ സ്കോർ 2 കൊടുക്കാം അല്ലെ? സ്കോർ 2 കൊടുക്കാം. ഇനി ദ റിഫ്ലക്സ് ആബ്സെന്റ് ആണെങ്കിൽ എത്രയാ? ദ റിഫ്ലക്സ് നോക്കുമ്പോൾ ആബ്സെന്റ് ആണെങ്കിൽ 0. ഇനി ദ മിനിമം റിഫ്ലക്സ് ആണെങ്കിലോ? ദ മിനിമം റിഫ്ലക്സ് ആണെങ്കിൽ 1. ആൻഡ് ദ ഗുഡ് റിഫ്ലക്സ് ആണെങ്കിലോ? 2 അല്ലേ? 2 അല്ലേ? സ്കിൻ കളർ നോക്കുമ്പോൾ സ്കിന്ന് മൊത്തം ഇത് ബ്ലൂ കളർ ആണെങ്കിൽ സ്കോർ എത്രയാ? സ്കിന്ന് ഫുൾ ഇത് ബ്ലൂ ആണെങ്കിൽ 0. ഇനി ദ ബോഡി നല്ല പിങ്ക് കളർ ആണെങ്കിലോ? പിങ്ക് ആണെങ്കിലോ? പിങ്ക് മാത്രമല്ല, പറഞ്ഞ ദ കംപ്ലീറ്റ് പിങ്ക് എത്രയാടേ? ദ കംപ്ലീറ്റ് പിങ്ക് ആണെങ്കിൽ 2 അല്ലേ? അല്ലേ? ബോഡി ഫുൾ കംപ്ലീറ്റ് പിങ്ക് ആണെങ്കിൽ സ്കോർ 2. ഇനി ശകലം പിങ്കും ഈ പറഞ്ഞ ബാക്കി ബ്ലൂ ആണെങ്കിലോ? ആ ബോഡിയിൽ എക്സ്ട്രീമിറ്റീസ് നല്ല ബ്ലൂവും ബാക്കി എല്ലാം പിങ്ക് ആണ്, എത്രയായിരിക്കും? 1 അല്ലേ? അതിന് നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. സ്കോർ 1 വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്. അക്രോസൈനോസിസ് എന്ന് കേട്ടോ ആരെങ്കിലും എവിടെയെങ്കിലും അക്രോസൈനോസിസ് ദ ബോഡി പിങ്കും ആൻഡ് ദ എക്സ്ട്രീമിറ്റീസ് ദ ബ്ലൂ ആവുകയാണെങ്കിൽ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? അക്രോസൈനോസിസ്. ദ ബോഡി പിങ്കും ആൻഡ് ദ എക്സ്ട്രീമിറ്റീസ് ദ ബ്ലൂ ആണെങ്കിൽ എന്ത് വിളിക്കാം? അക്രോസൈനോസിസ്. സ്കോർ ചോദിച്ചാൽ 9 വരും കേട്ടോ. സ്കോർ ചോദിച്ചാൽ 9 ആയിരിക്കും വരുന്നത്. അക്രോസൈനോസിന്റെ സ്കോർ ചോദിച്ചാൽ 9 ആയിരിക്കും വരുന്നത്, മറക്കരുത്. ക്ലിയർ? കിട്ടിയോ എല്ലാവർക്കും? ദ ബിഷപ്പ് സ്കോർ, അബ്ഗാർ സ്കോറും കിട്ടിയോടെ? ബിഷപ്പ് സ്കോറും അബ്ഗാർ സ്കോറും കിട്ടിയോടെ? കിട്ടി. ഇതിപ്പോ പഠിച്ചിട്ട് അവിടെ പഠിക്കാൻ ഈസി ആയിരിക്കത്തില്ലേ? ഇപ്പൊ പഠിച്ചിട്ട് ഇന്ത തിയറി പഠിക്കുമ്പോൾ ഈസി ആയിരിക്കത്തില്ലേ? ഇപ്പൊ പഠിച്ചിട്ട് ഇന്ത തിയറി വീണ്ടും പഠിക്കുമ്പോൾ ഈസി ആയിരിക്കത്തില്ലേ? ഇല്ലേ? വല്ലതും പറയണം. പഠിക്കാൻ ഈസി ആയിരിക്കും. അടുത്തത്, ഇതിൽ ഏറ്റവും അവസാന ഓപ്ഷൻ ഏതാ? GCS അല്ലേ? ഏറ്റവും അവസാന ഓപ്ഷൻ ഏതാ? GCS കേട്ടിട്ടുണ്ടോ? എന്ത് ടൈപ്പ് സ്കെയിലാ? അത് എന്ത് ടൈപ്പ് സ്കെയിലാ? ന്യൂറോളജി സ്കെയിലാണോ? GCS എന്ന് പറയുമ്പോൾ ദ ടൈപ്പ് ഓഫ് ദ ന്യൂറോളജിക്കൽ സ്കെയിൽ അല്ലേ? എപ്പോഴും നമ്മളൊരു സബ്ജക്റ്റീവ് അസസ്മെന്റ് ആണോ ഒബ്ജക്റ്റീവ് അസസ്മെന്റ്? ചോദ്യം ഉണ്ടായിരുന്നു. GCS എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ് അസസ്മെന്റ് ആണോ, പേഷ്യന്റ് പറയുന്നതാണോ, അതോ നമ്മൾ നോക്കുന്ന ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ആണോ? ചോദ്യം ഉണ്ടായിരുന്നു. കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ്. GCS എന്ന് പറയുമ്പോൾ സബ്ജക്റ്റീവ്, പേഷ്യന്റ് പറയുന്നതാണോ, ഓർ ദ ഒബ്ജക്റ്റീവ്, നമ്മൾ നോക്കുന്നതാണോ? ഒബ്ജക്റ്റീവ് അസസ്മെന്റ് കേട്ടോ. ഒബ്ജക്റ്റീവ് അസസ്മെന്റ് ആണ് നോക്കുന്നത്, മറക്കരുത്. അടുത്ത് വരുന്ന ചോദ്യം എന്ന് പറയുന്നത് സ്കോറിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും മാക്സിമം സ്കോർ എത്രയാ? ഏറ്റവും മാക്സിമം 15 അല്ലേ? സ്കോറിംഗിൽ മാക്സിമം 15ഉം ഏറ്റവും മിനിമം എത്ര? GCSന്റെ സ്കോർ നോക്കുമ്പോൾ മാക്സിമം 15ഉം
ആൻഡ് ദ മിനിമം 3 അല്ലെ, മാക്സിമം 15 ആൻഡ് ദ മിനിമം 3 മറക്കരുത്. ഇതേ GCS പ്രധാനമായിട്ടും എത്ര കോമ്പണന്റ് ഉണ്ട്? ഇതേ GCS 3 കോമ്പണന്റ്, മൂന്ന് ഏതൊക്കെയാ? ഐ ഓപ്പണിംഗ് ആൻഡ് ദ വെർബൽ റെസ്പോൺസ് ആൻഡ് ദ മോട്ടോ റെസ്പോൺസ് അല്ലേ. ഇതേ GCS പ്രധാനമായിട്ട് 3 കോമ്പണന്റ്സ് ഉണ്ട്. ഐ ഓപ്പണിംഗ് ഉണ്ട്, വെർബൽ റെസ്പോൺസ് ഉണ്ട്, ആൻഡ് ദ മോട്ടോ റെസ്പോൺസും ഉണ്ട്. സ്കോറിംഗ് കൂടെ പറയട്ടെ, ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സ്കോറിംഗ് കൂടെ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, ദ ഫസ്റ്റ് ഐ ഓപ്പണിംഗിൽ പേഷ്യന്റ് നല്ല സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പൊ ഐ ഓപ്പൺ ചെയ്യാൻ സ്കോർ എടുക്കാം. സ്പോണ്ടേനിയസ് ആയിട്ട് പേഷ്യന്റ് ഇപ്പൊ ഐ ഓപ്പൺ സ്കോർ എടുക്കാം 4 അല്ലേ, 4. ഇനി നമ്മൾ പേഷ്യന്റ് പേര് വിളിക്കുന്നു. ഐ ഓപ്പണിംഗ് ബൈ ദ കാളിംഗ് ദ നെയിം വഴിയാണ് എന്ത് കൊടുക്കുക? സ്കോറിംഗ് 3 അല്ലേ. പേര് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്തതിൽ 3 അല്ലേ. പേര് ചോദിക്കാറുണ്ട് പേഷ്യന്റ് അടുത്ത് അല്ലേ, എപ്പോഴും പേഷ്യന്റ് അടുത്ത് നിങ്ങളുടെ പേരെന്താ, സ്ഥലം എവിടെയാ, ആരൊക്കെയുണ്ട് ചോദിക്കാറുണ്ട്. അപ്പൊ എത്ര കിട്ടും? 3 കിട്ടും. ഇനി ഒരു ദ പെയിൻ കൊടുത്തുകൊണ്ട് എന്താണ് ഐ ഓപ്പൺ ചെയ്താൽ സ്കോർ എത്രയാ? ദ പെയിൻ സ്റ്റിമുല കൊടുത്തുകൊണ്ട് ഐ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്കോർ 2. ഇനി എന്ത് സ്റ്റിമുല കൊടുത്താലും ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ സ്കോർ എത്രയാ? 1 അല്ലേ. എന്ത് സ്റ്റിമുല കൊടുത്തിട്ടും ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ സ്കോർ 1. അപ്പൊ ഓർമ്മിക്കുക, ഇൻ ദ GCS ഫസ്റ്റ് ഐ ഓപ്പണിംഗ് നോക്കുന്ന സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട് ഐ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ സ്കോർ 4. ആൻഡ് ബൈ കാളിംഗ് ദ നെയിം എന്താണ്, പേര് വിളിക്കുമ്പോൾ കണ്ണ് തുറക്കുകയാണെങ്കിൽ 3. ഒരു ദ പെയിൻ സ്റ്റിമുല കൊടുക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്ത സ്കോർ 2. ഒരു റെസ്പോൺസും ഇല്ല, ഒരു അനക്കവുമില്ല, കുലുക്കവും ഇല്ലെങ്കിൽ സ്കോർ 1. അത് കിട്ടിയോ? കിട്ടിയോ? യെസ്. അടുത്തേതാ? ആരെയും ശ്രദ്ധിച്ചോ? ഞാൻ സമയം നോക്കുന്നത് കാണുന്നുണ്ടോ? ഞാൻ എന്താണ് സമയം ബോർഡ് നോക്കുന്നത് കാണുന്നുണ്ടോ? സമയം എവിടെ പോകുന്നു നോക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കും. അടുത്തേതാടെ? ആൻഡ് ദ വെർബൽ റെസ്പോൺസ് നോക്കാം. ആൻഡ് ദ വെർബൽ റെസ്പോൺസ് ഏറ്റവും മാക്സിമം എത്രയാ? ഈ പറഞ്ഞ വെർബൽ റെസ്പോൺസിൽ മാക്സിമം എത്രയാ? 5. ഏറ്റവും മാക്സിമം 5 അല്ലേ. ഇത് വെർബൽ മാക്സിമം 5ഉം ഏറ്റവും മിനിമം 1 എന്നറിയാം. ഏറ്റവും ദ നോർമൽ സ്പീച്ച് ആണെങ്കിൽ എത്ര കൊടുക്കാം? ദ നോർമൽ സ്പീച്ച് ആണെങ്കിൽ 5 അല്ലേ. ദ നോർമൽ സ്പീച്ച് ആണെങ്കിൽ 5. ആൻഡ് ദ കൺഫ്യൂസ്ഡ് സ്പീച്ച് ആണെങ്കിലോ? ദ കൺഫ്യൂസ്ഡ് സ്പീച്ച് ആണെങ്കിൽ 4. ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണെങ്കിലോ? ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണെങ്കിൽ സ്കോർ 3. ആൻഡ് വളരെ കുറച്ച് സൗണ്ട് മാത്രമാണെങ്കിൽ സ്കോർ 2. സ്റ്റിമുല കൊടുത്തിട്ടും ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ സ്കോർ 1. സോ ആലോചിക്കേണ്ട കാര്യം, ദ വെർബൽ റെസ്പോൺസിൽ ഏറ്റവും മാക്സിമം സ്കോർ 5ഉം ഏറ്റവും മിനിമം സ്കോർ 1ഉമാണ്. ദ നോർമൽ സ്പീച്ച് ആണെങ്കിൽ സ്കോർ 5. ആൻഡ് ദ കൺഫ്യൂസ്ഡ് സ്പീച്ച് ആണെങ്കിൽ സ്കോർ 4. ആൻഡ് ഇൻഅപ്രോപ്രിയേറ്റ് ദ വേർഡ്സ് ആണെങ്കിൽ സ്കോർ 3. ഇനി കുറച്ച് സൗണ്ട് മാത്രമേ ഉള്ളെങ്കിൽ സ്കോർ എത്രയായിരിക്കും? സ്കോർ എത്രയാ? സൗണ്ട് മാത്രമല്ല, സ്കോർ എത്രയാ പറയണം? 2 ഇനി സ്റ്റിമുല ഒന്നും കൊടുത്തിട്ടും സൗണ്ട് ഇല്ലെങ്കിൽ, ഒരു റെസ്പോൺസ് ഇല്ലെങ്കിൽ 1. ഇത് ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയിരുന്നല്ലേ. നമ്മുടെ കുട്ടി പറഞ്ഞു, സൗമ്യ പറഞ്ഞതുപോലെ ഇൻഅപ്രോപ്രിയേറ്റ് ദ വേർഡ്സ് കേരള PC പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ. ഇൻഅപ്രോപ്രിയേറ്റ് ദ വേർഡ്സ് കേരള PC പ്രീവിയസ് ചോദ്യമായിരുന്നു, മറക്കരുത്. ഇൻ ദ വെർബൽ റെസ്പോൺസിൽ ഇൻഅപ്രോപ്രിയേറ്റ് ദ വേർഡ്സ് ക്വസ്റ്റ്യൻ കേരള PC പ്രീവിയസ് ചോദ്യമായിരുന്നു. അവിടെ ചോദിച്ചിട്ടുണ്ടായ സ്കോർ എത്ര കൊടുക്കുമെന്ന് ചോദിച്ചു. എത്ര കൊടുക്കാം? 3 അല്ലേ? 3. ഇത്രയും ക്ലിയർ ആയോ? എന്റെ ഒരു രീതി ഇത് മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ രീതി മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഒരു എന്താണ് ആ സ്റ്റഡി രീതി മനസ്സിലായോ? ആദ്യമേ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ ചോദ്യങ്ങളോടും ഞാൻ കടത്തിക്കൊണ്ടുപോയത്. ആദ്യമേ ഈ ചോദ്യങ്ങളോട് ഞാൻ കൊണ്ടുപോകുന്നത്. എപ്പോഴും എന്താ ക്വസ്റ്റ്യനിലൂടെയാണ് എന്താ തിയറിയിലോട്ട് പോകുന്നത്. ഇത് അവിടെ പഠിക്കുമ്പോൾ ഈസി ആയിരിക്കും. ഒരുപാട് ചോദ്യങ്ങളുടെ ഈ പറഞ്ഞ തിയറിയിലോട്ട് പോകുമ്പോൾ അവിടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും.
അടുത്തത് ദ മോട്ടോർ റെസ്പോൺസിൽ മാക്സിമം എത്രയാ? അടുത്തത് ദ മോട്ടോർ റെസ്പോൺസിൽ മാക്സിമം എത്രയാ? മോട്ടോറിൽ മാക്സിമം 5 ആണോ 6 ആണോ? 6. മോട്ടോറിൽ മാക്സിമം 6. നമ്മൾ പറയുന്നു ആ പേഷ്യന്റ് അപ്പോ സമയത്ത് ചെറിയ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഏറ്റവും ദ നോർമൽ മൂവ്മെന്റ് എത്രയാ? ഏറ്റവും ദ നോർമൽ മൂവ്മെന്റ് ആണെങ്കിൽ ദ നോർമൽ ആണെങ്കിൽ 6. ഇനി ഒരു ദ പെയിൻ സ്റ്റിമുലേ കൊടുത്തിട്ടാണെങ്കിൽ ഒരു ദ പെയിൻ സ്റ്റിമുലേ കൊടുക്കുകയാണെങ്കിൽ അപ്പർ റെസ്പോൺസ് 5. ഇനി ദ പെയിൻ സ്റ്റിമുലയോട് ദ വിഡ്രോവൽ ചെയ്താൽ എത്രയായിരിക്കും? ഒരു ദ പെയിൻ സ്റ്റിമുലേ കൊടുക്കുമ്പോൾ ദ വിഡ്രോവൽ ആണെങ്കിൽ സ്കോർ 4. ഇനി ദ വിഡ്രോവൽ ഇല്ല, ഒരു ഫ്ലെക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ ഇത് കൊടുക്കാം. വിഡ്രോ ഇല്ല, ചെറിയ ഫ്ലെക്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ സ്കോർ 3. അതിനെ പറഞ്ഞൊരു വാക്കുണ്ട്. ആരെങ്കിലും എവിടെയെങ്കിലും ഈ ഡീകോർട്ടിക്കേറ്റ് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഡീകോർട്ടിക്കേറ്റ് കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡീകോർട്ടിക്കേറ്റ് ഉണ്ട്. വിഡ്രോവൽ ഒന്നുമില്ല, ഒരു ഫ്ലെക്ഷൻ മാത്രമുള്ള മൂവ്മെന്റ് ഉണ്ടെങ്കിൽ വിളിക്കുന്ന പേരെന്താ? ഡീകോർട്ടിക്കേറ്റ് അല്ലേ? ശരിയല്ലേ? ഒരു പെയിൻ സ്റ്റിമുലർ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു പെയിൻ സ്റ്റിമുലർ കൊടുക്കുമ്പോൾ പേഷ്യന്റ് ഒന്നെങ്കിൽ ചെറിയതായിട്ട് അബ്നോർമൽ ഫ്ലെക്ഷനോ എന്തെങ്കിലും കാണിക്കാറില്ലേ? നമ്മൾ പേഷ്യന്റ് എടുത്ത് ചെറിയൊരു ഉള്ളു കൊടുക്കുമ്പോൾ ആംസോ എന്ത് ഷോൾഡറോ ഒന്ന് റൊട്ടേറ്റ്. ശരിയല്ലേ? ചെറിയൊരു പെയിൻ സ്റ്റിമുലർ കൊടുക്കുമ്പോൾ ആംസോ എന്താണ് ഈ പറഞ്ഞ എന്താണ് ഷോൾഡേഴ്സോ ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യും, ചെറുതായിട്ട് ഫ്ലെക്ഷൻ ചെയ്യും. അപ്പൊ എന്താ? ഡീകോർട്ടിക്കേറ്റ് വിളിക്കാം, സ്കോർ 3 കൊടുക്കാം. ഇനി ഫ്ലെക്ഷൻ ഇല്ല, ചെറിയ എക്സ്റ്റൻഷൻ മാത്രം ഉണ്ട്, സ്കോർ എത്രയായിരിക്കും? ഫ്ലെക്ഷൻ ഒന്നുമില്ല പേഷ്യന്റ് അടുത്ത്, ഫ്ലെക്ഷൻ ഇല്ല, എക്സ്റ്റൻഷൻ മാത്രം ഉണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഡീസെറിബ്രേറ്റ് കേട്ടിട്ടുണ്ടോ? ഡീസെറിബ്രേറ്റ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഡീസെറിബ്രേറ്റ് എന്ന വാക്ക്. ഫ്ലെക്ഷൻ ഇല്ല പക്ഷെ എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേര് ഡീസെറിബ്രേറ്റ് എന്ന് വിളിക്കാം. സ്കോർ 2 കൊടുക്കാം. ഇനി ഒരു സ്റ്റിമുലേ കൊടുത്തിട്ടും ഒരു അനക്കവും കുലുക്കവും ഇല്ലെങ്കിൽ സ്കോർ 1 ആയിരിക്കും. അല്ലേ? യെസ്, ക്ലിയർ ആയോ? എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ഈ ഒറ്റ ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് GCS-ഉം അബ്ഗാർ സ്കോറും ആൻഡ് ദ ബിഷപ്പ് സ്കോറും പാർട്ടോഗ്രാഫും എല്ലാം ക്ലിയർ ആയോ കുഞ്ഞുങ്ങളെ? ക്ലിയർ ആയോ? യെസ്, ഇന്നത്തെ ഇത്രയും മതി. സോ താങ്ക് യു സോ മച്ച്. നന്നായി പഠിക്കുക. താങ്ക് യു. വെരി നൈസ് ക്ലാസ്. താങ്ക് യു സോ മച്ച്. പഠിക്കുക. താങ്ക് യു സോ മച്ച്.